ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്ക് നമ്മൾ പരിചയപ്പെടുകയാണ്. കബലാന. കബലാന ഖബലാന എന്നും പറയും. കുർബാനയുടെ സമയത്ത് കാസ മൂടുന്നതിന് ഉപയോഗിക്കുന്ന കട്ടിയുള്ള ചെറിയ തുണിക്കഷ്ണം, അതാണ് കബലാന. സുറിയാനില് ഖബലാന. ലത്തീനിൽ പറയുന്നത് പല്ല എന്നാണ്. പല്ല. ഇംഗ്ലീഷിൽ പാൽ എന്ന് പറയും. പാൽ, PALL, പാൽ. ഈ ശരീര സംബന്ധമായ വെള്ളത്തുണി അല്ലെങ്കിൽ ശരീരത്തിന്റെ മേലങ്കി, ശരീരത്തിന്റെ മേൽവസ്ത്രം, ശരീരത്തിന്റെ ആവരണം എന്നൊക്കെ അർത്ഥമുള്ള പല്ല കോർപ്പറാലിസ് എന്ന വാക്കിൽ നിന്നാണ്, പ്രയോഗത്തിൽ നിന്നാണ് അത് ചുരുങ്ങി പല്ല എന്നും പോൾ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. പല്ല കോർപ്പറാലിസ് എന്നാണ് അതിന്റെ മുഴുവൻ പേര്. അപ്പൊ അതിൽ നിന്ന് ചുരുങ്ങി പല്ല എന്നായി, പിന്നെ അത് പാൾ എന്നായി. ഈ ശരീര സംബന്ധമായ വെള്ളത്തുണി അഥവാ ശരീരത്തിന്റെ മേലങ്കി, ശരീരത്തിന്റെ മേൽവസ്ത്രം, ശരീരത്തിന്റെ ആവരണം എന്നൊക്കെയാണ് അതിനർത്ഥം. ഇവയിൽ നിന്ന് കോർപ്പറാലിസ് എന്നത് കെത്താന നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ്. പല്ല എന്നത് ബക്കലാനിക്കും ഉപയോഗിക്കാൻ തുടങ്ങി. ഈ പല്ല കോർപ്പറാലിസ് എന്നുള്ള വാക്ക്, അതിൽ കോർപ്പറാലിസ് എന്നുള്ളത് അല്ലേ കെത്താനയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. കെത്താൻ എന്ന് പറഞ്ഞാൽ അടിയിലിടുന്ന തുണി. ഈ ദപ്പ എന്ന് പറയുന്ന കുർബാനക്കല്ലിന് മൂടാവുന്ന തരത്തിലുള്ള തുണി നമ്മളതെല്ലാം പരിചയപ്പെട്ടതാണ്. ഈ മുകളിലുള്ളത് കാസ മൂടുന്ന, അപ്പൊ അതിലാണ് കാസും പീലാസൊക്കെ വെക്കുന്നത്. കെത്താന കാസ വെച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ വെക്കുന്നത് കെബലാന. അപ്പോൾ കാസും പീലാസയുടെയും അടിയിലുള്ളത് കെത്താനയും മുകളിലത് കെബലാനയും. അപ്പം കർത്താവിന്റെ ശരീരത്തെ മുഴുവൻ മൂടുന്ന വെള്ളത്തുണി അല്ലെങ്കിൽ ശരീരത്തിന് മേലങ്കി, ശരീരത്തിന്റെ മേൽവസ്ത്രം, ശരീരത്തിന്റെ ആവരണം എന്ന അർത്ഥം കിട്ടുകയാണ് കെത്താനയ്ക്കും കെബലാനയ്ക്കും കൂടി ഒരുമിച്ച്. ഞാൻ ഒന്നുകൂടി പറയാണ്. കാസിനും പീലാസിനും അടിയിലുള്ളത് കെത്താന, മുകളിലുള്ളത് കബലാന അല്ലെങ്കിൽ ഖബലാന, കെബലാന എന്നൊക്കെ പറയും. ഖബലാന. ആ വാക്കിന്റെ അർത്ഥം മൂടി, ആവരണം എന്നൊക്കെയാണ്. അപ്പോൾ കർത്താവിന്റെ ശരീരം വെക്കുന്നത് കെത്താനയില് കാസിം പീലാസിം, അത് മൂടുന്ന കെബലാന. അത് ഇച്ചിരി കട്ടിയുള്ള ഒരു ചതുരനാണ്, ചിലപ്പോൾ റൗണ്ടായിട്ടൊക്കെ ചെയ്ത് കാണാം. ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് വാസ്തവത്തിൽ കർത്താവിന്റെ ശരീരത്തിന്റെ അങ്കി, ശരീരത്തിന്റെ മേൽവസ്ത്രം, ശരീരത്തിന്റെ ആവരണം, ശരീരത്തിന്റെ വെള്ളത്തുണി എന്നൊക്കെ അർത്ഥം വരുന്നത്. ഈ കബലാന വാക്കിന് മാത്രം നോക്കിയാൽ മൂടി, ആവരണം എന്നൊക്കെയാണ്. ഈ കാസയെ മൂടുന്ന ഈ കബലാനയില് മുന്തിരിക്കൊലകളുടെ എംബ്രോയിഡറി ചെയ്യാറുണ്ട്. അതുപോലെ പീലാസയെ മൂടുന്ന ഈ കബലാനയില് ഗോതമ്പിന്റെ കതിര് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യും. അപ്പൊ ഏതാണ് ഓസ്തി മൂടാനുള്ളത്, ഏതാണ് വീഞ്ഞ് മൂടാനുള്ളത്, അത് തിരിച്ചറിയുകയും അതിലൂടെ ഒരു പ്രഖ്യാപനമുണ്ട്. ഈ കർത്താവിനെ കാണാൻ ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാർ വന്നു. അവർ ചെന്ന് നേരെ പീലിപ്പോസിനോട് പറഞ്ഞു, പീലിപ്പോസ് അന്ത്രയോസിനോട് പറഞ്ഞു, രണ്ടുപേരും ചെന്ന് കർത്താവിനോട് പറഞ്ഞു. കർത്താവ് ആ സമയത്ത് തന്റെ ഈ വലിയൊരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. മനുഷ്യപുത്രം മഹത്വപ്പെടാൻ സമയമായിരിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അടിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഈ ഗ്രീക്ക് സംസാരിക്കുന്നവർ എങ്ങനെയാണ് കർത്താവിനെ കാണുക എന്നുള്ള വെളിപാടായിരുന്നത്. എങ്ങനെയാണത്? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് പറയുന്നത് 20 മുതലുള്ള വാക്യങ്ങൾ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. ഏതാണ് ഗോതമ്പ് മണി? കർത്താവ് ഈശോ മിശിഹാ. അവൻ നിലത്ത് വീണ് അഴിഞ്ഞ്, അതായത് മരിച്ച് ഉത്ഥാനം ചെയ്ത് അവൻ അപ്പമായിട്ട് മാറും. ഗോതമ്പ് മണി മരിച്ച്, അതായത് യേശു എന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ്, അതായത് കബറടക്കപ്പെട്ട് അവിടെ നിന്ന് അവൻ ഉത്ഥാനം ചെയ്ത് പുതിയ ജനസിലെ ജീവനിലേക്ക് പ്രവേശിക്കും. അങ്ങനെ അവൻ അപ്പമായിട്ട് വരും. അങ്ങനെയാണ് ഈ ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാരും ഗ്രീക്കുകാരും എന്നുവെച്ചാൽ പുറജാതിക്കാര് കർത്താവിനെ കാണുക. അതായത് ക്രിസ്തുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം വിശുദ്ധ കുർബാനയിലൂടെയാണ് പുറജാതിക്കാര് ക്രിസ്തുവിനെ കാണുക. ഇതാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. ഇപ്പൊ നോക്കുക, അന്ന് കർത്താവിനെ കണ്ടതുപോലെ ഇന്ന് കർത്താവിനെ കാണാനുള്ള, ഫിസിക്കലായിട്ട് കാണാനുള്ള മാർഗം വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, വിശുദ്ധ കുർബാന മനുഷ്യാവതാരത്തിന്റെ നൈരന്തര്യമാക്കലാണ്. പെർപെച്വേഷൻ, പ്രൊലോങ്ങേഷൻ. കർത്താവിന്റെ മനുഷ്യാവതാരം ലോകാവസാനം വരെ പ്രൊലോങ് ചെയ്യാണ്, പെർപെച്വേറ്റ് ചെയ്യാണ്. അതാണ് നൈരന്തര്യമാക്കുകയാണ്. അതാണ് വിശുദ്ധ കുർബാന. അന്ന് കർത്താവിനെ കണ്ടപ്പോൾ മനുഷ്യനായിട്ടാണ് കണ്ടത്. ദൈവത്തെ കണ്ടില്ലല്ലോ. ദൈവത്തെ മറച്ചു വെക്കുകയായിരുന്നു. ഇന്നങ്ങനെ തന്നെ. ഇപ്പൊ അപ്പുറമാണ് കാണുന്നത്. പക്ഷെ ദൈവത്തെ മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു പ്രഖ്യാപനമാണെന്ന് പറയുന്നത്.
എംബ്രോയിഡറി ചെയ്യുന്നത് പോലും അതൊരു പ്രഖ്യാപനമാണ്. ആ ചിത്രത്തിലൂടെ ഒരു പ്രഖ്യാപനമാണ്. ഞാൻ വാക്കിലൂടെ പ്രഖ്യാപിക്കുന്നു. പുസ്തകം എഴുതുമ്പോൾ രചനയിലൂടെ പ്രഖ്യാപിക്കുന്നു. എംബ്രോയിഡറി ചെയ്യുമ്പോൾ ചിത്രത്തിലൂടെ പ്രഖ്യാപിക്കുന്നു. എല്ലാ തരത്തിലും വചനം പ്രഖ്യാപിക്കുകയാണ്. വചന പ്രഘോഷണമാണ് ലിറ്റററി. അത് ഈ പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ ഗംഭീരമാണത്. അപ്പൊ നമ്മൾ ഇനി കുർബാന സംബന്ധിക്കുമ്പോൾ ഈ അച്ഛനെടുത്തിട്ട് ഈ കവലാനെടുത്ത് മൂടും, കാസം മൂടും, കവലാനെടുത്തിട്ട് പീലാസ് മൂടും. അപ്പൊ നമ്മൾ ഓർക്കണം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കണം. അതിങ്ങനെ പല പ്രാവശ്യം കേട്ട് ഇപ്പൊ നമുക്ക് യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ കേൾക്കാലോ. നിങ്ങൾ നോട്ടൊക്കെ കുറിച്ച് വെക്കുക, ഇന്ന ദിവസത്തെ വീഡിയോ ഇന്ന തമ്പനയിലൊക്കെ കരുതി വെച്ചാൽ നമുക്ക് കണ്ടെത്താൻ പ്രയാസം ഉണ്ടാകില്ല. അങ്ങനെ പല പ്രാവശ്യം കേട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയിലോ അല്ലാത്ത കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ളവരെ പഠിപ്പിച്ച്, അങ്ങനെ നമുക്കൊരു ലിറ്റർജിക്കലായിട്ട് ഉണർന്ന ഒരു സമുദായമായിട്ട് മാറാൻ സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവാലയത്തിന്റെ ഘടന, ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന സംഗതികൾ, തിരുവസ്ത്രങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ 33-ാമത്തെ ഐറ്റമായി ചർച്ച ചെയ്യുന്നത് സംഗീഞ്ഞാണ്. സംഗീഞ്ഞ, കാസയും പീരാസയും ക്രിസ്തോദിയും മറ്റും തുടയ്ക്കാനുള്ള ആ തുണി, അതാണ് സംഗീഞ്ഞ. ഈ സംഗീഞ്ഞന്റെ നടുവില് ഒരു സ്ലീവ ആലേഖനം ചെയ്തിരിക്കും. ഈ സംഗീഞ്ഞ എന്നുള്ളത് ഒരു പോർത്തുഗീസ് വാക്കാണ്. പോർത്തുഗീസ് ഭാഷയിൽ സാൻഗുവെ എന്നതിന് രക്തം എന്നർത്ഥം. സാൻഗുവെ, സാൻഗുയിസ് എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് ഈ പോർത്തുഗീസിലേക്ക് ഈ വാക്ക് വന്നത്. രക്തം ഒപ്പിയെടുക്കുന്ന തുണി എന്നാണ് സംഗീഞ്ഞന്റെ കൃത്യമായ അർത്ഥം. രക്തം ഒപ്പിയെടുക്കുന്ന തുണി. സാൻഗുവെ എന്നതിന് രക്തം എന്നർത്ഥം. സാൻഗുയിസ് എന്നതിന് ലത്തീനില് ലത്തീൻ വാക്കിൽ നിന്നാണ് ഈ സാൻഗുവെ എന്ന പോർത്തുഗീസ് വാക്ക് വരുന്നത്. നമുക്ക് ചിലപ്പോൾ പോർത്തുഗീസുകാരനായിരിക്കാം, അല്ലെങ്കിൽ ലത്തീൻ ഭാഷയിൽ നിന്നായിരിക്കും നമുക്ക് വാക്ക് കിട്ടിയത്. സംഗീഞ്ഞ എന്ന വാക്ക് കിട്ടിയത്. ഈ കാസയിൽ വീഞ്ഞൊഴിക്കുന്നു. കൂദാശയുടെ പരികർമ്മത്തോടെ അത് ക്രിസ്തുവിന്റെ രക്തമായി മാറുന്നു. അതിൽ നിന്ന് കുടിച്ചാലും രക്തം അല്പാൽപ്പം അതിലുണ്ടാകും. അത് ഒപ്പിയെടുക്കാനുള്ള തുണി, അതാണ് സംഗീഞ്ഞ. പോർച്ചുഗീസരുടെ വരവിന് ശേഷമാണ് സംഗീഞ്ഞ എന്ന വാക്ക് ഭാരത സുറിയാനി കത്തോലിക്ക സഭയിൽ പ്രബലമായത്. അതിനു മുമ്പ് ഏത് വാക്കാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ശീല, മാർജനശീല എന്ന വാക്കൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ചില അഭിപ്രായങ്ങളുണ്ട്. ലത്തീനിൽ ഉപയോഗിക്കുന്ന വാക്ക്, ലത്തീനിൽ ഇങ്ങനെ ഒരു വാക്കുണ്ടെങ്കിലും അവർ ആ വാക്കല്ല ഉപയോഗിക്കുന്നത്. പ്യൂരിഫിക്കാത്തോർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്യൂരിഫിക്കാത്തോർ. ഇംഗ്ലീഷിൽ പ്യൂരിഫിക്കേറ്റർ. നിർമ്മലമാക്കുന്നത്, തുടച്ചു വൃത്തിയാക്കുന്നത് എന്നെല്ലാം അതിനർത്ഥം. എങ്കിലും അത്ര നല്ല വാക്കല്ല അത്. കാരണം തുടച്ചു മാറ്റുന്നത് അശുദ്ധ വസ്തുവാണെന്നൊരു ധ്വനി ഉണ്ടാകാം. അതുകൊണ്ട് ഈ പ്യൂരിഫിക്കാത്തോർ എന്ന വാക്ക് അത്രയും ഗംഭീര വാക്കല്ല. സംഗീഞ്ഞ വളരെ ഗംഭീരാണ്. രക്തം ഒപ്പിയെടുക്കുന്ന വാക്ക് എന്നാണ്, ഒപ്പിയെടുക്കുന്ന തുണി. എങ്കിലും പൂരുസ് എന്ന ലത്തീൻ വാക്കിന് വിശുദ്ധമായത് എന്നും പ്യൂരിഫിക്കാർ എന്നതിന് വിശുദ്ധമാക്കുമെന്നും അർത്ഥമുണ്ട്. അപ്പൊ പ്യൂരിഫിക്കാത്തോർ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായത് എന്ന അർത്ഥത്തിലായിരിക്കാം പ്യൂരിഫിക്കേറ്റർ ഉപയോഗിക്കുന്നത്. ഈ തുടച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ നിർമ്മലമാക്കുന്നത് എന്നുള്ള അർത്ഥം മാത്രമായി അതായിരിക്കണമെന്നില്ല. ഒറിജിനലായിട്ട് മൂലാർത്ഥം കിടക്കുന്നത് വിശുദ്ധമായത് എന്നോ വിശുദ്ധമാക്കുക എന്നായിരിക്കാം. അപ്പൊ അത് നല്ല വാക്കാണ്, പ്യൂരിഫിക്കേറ്റർ. അപ്പൊ ഇത് ഈ തുടച്ചു വൃത്തിയാക്കുന്നത് മോശം സംഗതി ആയതുകൊണ്ടല്ല, വിശുദ്ധമായതുകൊണ്ടാണ്, വിശുദ്ധമായ സംഗതി ആയതുകൊണ്ടാണ്. ദിവ്യകാരണ സമയത്ത് തിരിച്ചെഴുതുമോ തിരുരക്ത തുള്ളികളോ നിലത്ത് വീഴാൻ ഇടയായാൽ അത് ആദരവോടെ തിരിച്ചെടുക്കുന്നതും സംഗീഞ്ഞ ഉപയോഗിച്ചിട്ടാണ്. ഈ പൗരസ്ത്യ രീതി അനുസരിച്ച് തിരിച്ചെഴുതും തിരുരക്തവും ഒരുമിച്ചാണ് കൊടുക്കുക. രക്തത്തുള്ളികൾ നിലത്ത് വീഴാനുള്ള സാധ്യതകൾ അപ്പോഴും ഉണ്ട്. തിരുവോസ്തി മാത്രമല്ല, ചിലപ്പം തിരുരക്തത്തിന്റെ തുള്ളികളും നിലത്ത് വീഴാം. അങ്ങനെ ഇടയായാൽ വീണ സ്ഥലം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകിയ ശേഷം തുടയ്ക്കുന്നു. ആ ജലം സംഗീതത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക ബേസിലാണ് ഒഴിക്കുക. ഇത്തരം ബേസിനുകൾ നേരെ ഭൂമിയിലേക്ക് തുറന്നിരിക്കുന്നവയാണ്. വളരെ കുലീനമായ രീതിയിൽ തിരുരഹസ്യങ്ങളുടെ കണങ്ങളും ജലവും നേരെ മണ്ണിലേക്ക് മടങ്ങുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ആ വെള്ളം ഈ പ്രത്യേക ബേസിനിൽ ഒഴിക്കുന്നത്. ആ ബേസിനിൽ നമ്മൾ കൈ കഴുകുകയോ അല്ലെങ്കിൽ വാ കഴുകുകയോ ഒന്നും ചെയ്യില്ല. അത് ഇങ്ങനെയുള്ള രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട സംഗതികൾ മാത്രം കഴുകാനുള്ള ബേസിനാണത്. സംഗീഞ്ഞങ്ങളടക്കം തിരുവസ്ത്രങ്ങൾ ആദ്യം ശുദ്ധജലത്തിൽ വൈദികൻ നേരിട്ട് കഴുകുകയും പിന്നെ കൂടുതൽ വൃത്തിയാക്കാനായി മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇടുകയും ചെയ്യുന്ന പതിവാണ്
പണ്ടുണ്ടായിരുന്നത്. ഞാൻ ഇതേക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പല വൈദികരും ഈ നല്ല രീതി തുടരുന്നവരുമുണ്ട്. മനുഷ്യന് അർഹിക്കാത്ത അവർണ്ണനീയമായ ദാനമാണ് വിശുദ്ധ കുർബാന. അത് എത്രയോ സ്നേഹത്തോടെയും ആദരവോടെയും ബഹുമാനത്തോടെയും ആരാധനയോടെയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സഭ ഇത്രയും മുൻകരുതലുകൾ എടുക്കുന്നത്. ഈ തിരുരക്തം കൊടുക്കുമ്പോൾ തിരുരക്തം നിലത്തങ്ങനെ വീഴാൻ ഇടയായാൽ അപ്പം തന്നെ ഒരുപാട് പേര് കുർബാന കൈക്കൊള്ളാനുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ എല്ലാം ചെയ്യാൻ കഴിയില്ല. അപ്പം അച്ഛന്മാർ ചെയ്യുന്നത് ഒരു സംഖ്യഞ്ഞ് അവിടെ അതിന് മുകളിൽ അങ്ങ് ഇടും. അതിന് കുർബാന കഴിഞ്ഞിട്ട് പിന്നെ സംഖ്യഞ്ഞെടുത്ത് പിന്നെ അത് കഴുകി പിന്നെ ശുദ്ധവെള്ളം കഴുകി പിന്നെ ഞാൻ ഈ പറഞ്ഞ ബേസിൽ കൊണ്ടുപോയി കഴുകും. ഈ ആദരവ് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കർത്താവിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ക്രിസ്മസ് സീസണിലാണ്. പരിശുദ്ധ കന്യകാമറിയം എന്തുമാത്രം ആദരവോടും സ്നേഹത്തോടും ആ വികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ആ ഉണ്ണിയേശുവിനെ കൈകാര്യം ചെയ്തപ്പോൾ, ശിമിയോൻ ഈശോയെ കൈകളിൽ എടുത്തപ്പോൾ, ജോസഫ് യൗസപിതാവ് ഈശോയെ കൈകളിൽ എടുത്തപ്പോൾ അതേ വികാരത്തോടു കൂടെ തന്നെ ആയിരിക്കണം, സ്നേഹത്തോടും ആരാധനയോടും കൂടി ആയിരിക്കണം ഇന്ന് കർത്താവിനെ വൈദികരാണെങ്കിലും ഡീക്കന്മാരാണെങ്കിലും കൈകാര്യം ചെയ്യേണ്ടത്. ഇനി കൈകൾ കുർബാന സ്വീകരിക്കുന്നവരാണെങ്കിലും അങ്ങനെയാണ്, വായിൽ സ്വീകരിക്കുന്നവരാണെങ്കിലും അങ്ങനെയാണ്. കർത്താവ് നമ്മൾ മറ്റൊന്നാകാൻ വരുന്ന അത്രമാത്രം അവന്റെ സ്നേഹം. അതേസമയം ദൈവമാണ് വരുന്നത്. അപ്പൊ അവനോടുള്ള ആരാധനയും ഭക്തിയും സ്നേഹവും നമ്മുടെ വശത്തുനിന്ന് ഇങ്ങനൊരു സ്നേഹത്തിന്റെ ഒരു വേലിയേറ്റം, വികാരങ്ങളുടെ സ്നേഹവികാരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകേണ്ട സമയമാണ് ദിവ്യകാരുണ്യ സ്വീകരണം. അതിനു മുമ്പ് കുർബാന പങ്കെടുക്കുമ്പോഴും അങ്ങനെ തന്നെ. അതെല്ലാം സൂചിപ്പിക്കാനും ഈ സംഗീതല്ലേ, ആ സംഗീതത്തിന്റെ ഉപയോഗം ഈ വികാരങ്ങൾ എന്തിനാണ് അച്ഛമാത്രം ഇത്രമാത്രം ശ്രദ്ധിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നണം. അത് എന്തുകൊണ്ടാണ്? കാരണം ഇത് വളരെ വലിയ ദൈവത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ എല്ലാ ഭയഭക്തി ബഹുമാനങ്ങളും അവിടെ ഉണ്ടാകണം. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണം, ദൈവത്തിന് അപമാനം ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കരുത്. അതുകൊണ്ടാണ് ഇത്രമാത്രം കരുതലോടെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മൾ സുറിയാനി കത്തോലിക്ക സഭയുടെ ദേവാലയം, ദേവാലയ ഘടന, അവിടെ ഉപയോഗിക്കുന്ന സംഗതികൾ, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 34-ാമത്തെ ഐറ്റമായി തിരുവസ്ത്രങ്ങളിൽ കൊത്തീന എന്ന് പറയുന്ന സംഗതിയാണ്. കൊത്തീന, കഴുത്ത് മുതൽ കണങ്കാല് വരെ നീളമുള്ള വസ്ത്രം, അതിനെയാണ് കൊത്തീന എന്ന് പറയുന്നത്. പുരോഹിതൻ ധരിക്കുന്ന നീണ്ട അങ്കി എന്ന് പറയും. മിശിഹായുടെ പുറങ്കുപ്പായത്തിന് സുറിയാനിയിലുള്ള വാക്കാണ് കൊത്തീന. മിശിഹായുടെ പുറങ്കുപ്പായം അതിന് സുറിയാനിലുള്ള വാക്കാണ് കൊത്തീന. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 23-24. ഈശോയുടെ കുരിശുമരണ വേളയിൽ പട്ടാളക്കാര് നറുക്കിട്ടെടുത്തത് ഈ അങ്കിയാണ് എന്നാണ് പാരമ്പര്യം. അത് മുകൾ മുതൽ അടിവരെ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. മുകൾ മുതൽ അടിവരെ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് കഴുത്ത് മുതൽ കണങ്കാല് വരെ നീണ്ടു കിടക്കുന്ന കൊത്തീന എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19, 23, 24. പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ ദൈവമാതാവ് സ്വന്തം കൈയാൽ നെയ്തു തീർത്തതാണ് ഈ അങ്കി എന്ന് വിശ്വസിക്കുന്നു. ഈശോ പ്രായത്തിൽ വളരുന്നതോടൊപ്പം അങ്കിയും വളർന്നുവെന്നാണ് ഒരു ഐതിഹ്യം. ഏതായാലും അത് മുകൾ മുതൽ അടിവരെ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടതായതുകൊണ്ട് പട്ടാളക്കാർ പറഞ്ഞു അത് കീറണ്ട, മറിച്ച് അത് നമുക്ക് നറുക്കിട്ടെടുക്കാം. അങ്ങനെ അപ്പൊ ഈശോ ധരിച്ചിരുന്ന കുപ്പായം, ആ കുപ്പായം വൈദികൻ ധരിക്കുമ്പോൾ മിശിഹായെ ധരിക്കുന്നതിന് പ്രതീകമായിട്ടാണ്. ലിറ്റർജിയുടെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്നാണ് ഈ പ്രതീകങ്ങൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ടുള്ള പ്രഘോഷണം, വചന പ്രഘോഷണം. യോഹന്നാന്റെ സുവിശേഷം 19, 23, 24 പ്രഘോഷിക്കുകയാണ് വൈദികൻ ഈ കൊത്തീന ധരിക്കുമ്പോൾ. അതായത് മുകൾ മുതൽ അടിവരെ തുന്നൽ കൂടെ നെയ്യപ്പെട്ട വസ്ത്രം, പരിശുദ്ധ ദൈവമാതാവ് ഈശോയ്ക്ക് നെയ്തു കൊടുത്ത വസ്ത്രം, പുരോഹിത വസ്ത്രം. ആ വസ്ത്രം ധരിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് പുരോഹിതൻ കൊത്തീന ധരിക്കുന്നത്. അപ്പോൾ മിശിഹായെ ധരിക്കുന്നതിന്റെ പ്രതീകമാണ്. അത് ധരിക്കുമ്പോൾ ഈ പരിശുദ്ധ കന്യകാമറിയം ഈശോയെ ഇത് ധരിപ്പിച്ച്, കൊച്ചായിരിക്കുമ്പോൾ ധരിപ്പിച്ച, അത് തൊട്ട് വലുതായപ്പോൾ ഈശോ സ്വയം ധരിച്ചതുപോലെയുള്ള അതെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ശരിക്കും ധരിക്കാൻ. മിശിഹായെ ധരിക്കുന്നതിന് പ്രതീകമാണ്. അങ്ങനെ യോഹന്നാൻ 19, 23, 24 എന്ന തിരുവചനം ഈ പ്രതീകത്തിലൂടെ, പ്രവൃത്തിയിലൂടെ പ്രഘോഷിക്കുകയാണ്.
ഈ കൊത്തീന വൈദികർ കൂടാതെ ശുശ്രൂഷകളും ധരിക്കുന്നുണ്ട്. അവർ ധരിക്കുമ്പോൾ അതിനർത്ഥം നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുന്നതിന്റെയാണ്. പൗലോസിലൊക്കെ പറയുന്നുണ്ടല്ലോ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യൻ ധരിക്കുക. അപ്പോൾ ദിവ്യ ശുശ്രൂഷയ്ക്ക് കയറുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുകയാണ്. ഈ ശുശ്രൂഷകളിൽ മിക്കവാറും ശുശ്രൂഷകളെല്ലാവരും തന്നെ കുർബാന സ്വീകരിക്കണമെന്നാണ് ഒരു അലിഖിത തത്വം. അപ്പോൾ ആരെങ്കിലും കുർബാന സ്വീകരിക്കാൻ യോഗ്യതയിൽ കുമ്പസാരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ക്രിസ്തുവിനെ ധരിച്ചിട്ട് വരുന്നതിന്റെ പ്രതീകമാണ്. അതിന്റെ പ്രതീകമായിട്ടാണ് ഈ കൊത്തീന ശുശ്രൂഷകൾ ധരിക്കുന്നത്. പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ കൊത്തീന അണിയിക്കുമ്പോൾ മെത്രാൻ ചൊല്ലുന്നത് ഇപ്രകാരമാണ്: മിശിഹായുടെ കൃപയാൽ സത്യജ്ഞാനം വഴി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നിൽ നിവേശിപ്പിക്കട്ടെ. മിശിഹായുടെ കൃപയാൽ സത്യജ്ഞാനം വഴി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നിൽ നിവേശിപ്പിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കൊത്തീനെ ധരിപ്പിക്കുന്നത്. അപ്പോൾ കൊത്തീനയാണ് ശുശ്രൂഷകളും വൈദികനും ധരിക്കുന്നതെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. അതാം ഈ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നതിന്റെ ക്രമമനുസരിച്ചാണ് അർത്ഥത്തിൽ വ്യത്യാസം വരുന്നത്. ഈ കൊത്തീനയെക്കുറിച്ച് ഈ ഓർദോ സെലബ്രാസിയോണിസ് കൂദാശ എന്ന് പറഞ്ഞിട്ട് 1959 റോമിൽ നൽകപ്പെട്ട ആ ഡോക്യുമെന്റിൽ 4-ാമത്തെ പേജിൽ 6-ാമത്തെ വകുപ്പായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു: കൊത്തീന വിലപിടിപ്പുള്ള തുണി കൊണ്ട് വേണമെന്നില്ല, എങ്കിലും നല്ല തുണി കൊണ്ട് ഉണ്ടാക്കണം. റേന്ത വെക്കാറില്ല. പുറകിൽ കുരിശും മാർത്തോമസ്ലീവ, കഴുത്തിനു ചുറ്റും കൈയറ്റങ്ങളും അടിവിളുമ്പും ചെറിയ ബോർഡറുകളും കൊണ്ട് അലങ്കരിക്കാറുണ്ട്. അതിന്റെ നിറത്തെ സംബന്ധിച്ച് പ്രത്യേക നിബന്ധനയൊന്നുമില്ല. ഡീക്കന്മാരുടെയും താഴ്ന്ന ശുശ്രൂഷകളുടെയും കൊത്തീന പുറമെ ധരിക്കുന്നതായതുകൊണ്ട് കുറെ കൂടെ അലങ്കാരപ്പണി ചെയ്യാവുന്നതാണ്. കൊത്തീന എന്ന പദം കൊണ്ട് സൂർപ്ലേസ് അല്ല ഉദ്ദേശിക്കുന്നത്. അത് ഈ റീത്തിന് സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അന്യമാണ്. ഇതാണ് കൊത്തീനയെക്കുറിച്ച് റോമിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ലത്തീൻ സഭയിൽ ഇതിനെ കൊത്തീന എന്നല്ല ആൽബ എന്നാണ് പറയുന്നത്. ആൽബ. ഈ ആൽബയെക്കുറിച്ച് ആൽബ അങ്ങനെയൊക്കെ പറയും. അതേക്കുറിച്ച് ക്രൈസ്തവ ശബ്ദകോശം എന്ന പുസ്തകത്തിൽ ജോർജ് കുരുക്കുറച്ചൻ പറയുന്ന കാര്യം ഞാനൊന്ന് വായിക്കാം. ആൽബ തിരുക്കർമ്മ സമയത്ത് വൈദികൻ ഉപയോഗിക്കുന്നതും കാൽപാദത്തോളം ഇറക്കമുള്ളതുമായ ഒരു വെള്ള കുപ്പായമാണ് ആൽബ. ആൽബ എന്ന ലത്തീൻ വാക്കിന് വെളുത്തത് എന്നേ അർത്ഥമുള്ളൂ. ആൽബും എന്നത് സ്ത്രീലിംഗ രൂപം, ആൽബ എന്നത് പുല്ലിംഗ രൂപം. ആൽബം എന്നതിന്റെ സ്ത്രീലിംഗ രൂപം ആൽബ എന്നും പുല്ലിംഗ രൂപം ആൽബുസ് എന്നുമാണ്. ഒന്നുകൂടി വായിക്കാം. ആൽബം എന്നതിന്റെ സ്ത്രീലിംഗ രൂപം ആൽബ എന്നും പുല്ലിംഗ രൂപം ആൽബുസ് എന്നുമാണ്. ട്യൂണിക്ക ആൽബ എന്നതിന് വെളുത്ത ഉൾവസ്ത്രം എന്നർത്ഥം. ക്രമേണ ഉൾവസ്ത്രം എന്നർത്ഥമുള്ള ട്യൂണിക്ക എന്ന വാക്ക് വിട്ടുകളഞ്ഞു. യൗസഫ് ഗീവർഗീസ് എഴുതിയ പ്രസിദ്ധാരാധന എൽത്തൊരുത്ത് 1897 എന്ന പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു: പ്രധാന തിരുനാളുകളിൽ തിരുക്കർമ്മങ്ങൾക്ക് അതിമഹത്വവും പ്രാബല്യവും ഉണ്ടാക്കുന്നതിനായിട്ട് കസവ് നൂലുകൊണ്ട് വിചിത്ര പണികൾ നെയ്തുണ്ടാക്കുന്ന ആൽബ ഈ കാലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. പുറം 132. അപ്പോ ലത്തീൻ സഭയിൽ ഉപയോഗിക്കുന്ന ആ ആൽബ എന്ന വാക്കിന്റെ അർത്ഥവും നമുക്കറിയാം. കൊത്തീന എന്ന ഉള്ള വാക്കാണ് സുറിയാനി വാക്കാണ് സുറിയാനി കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്നത്. ആൽബ എന്ന ലത്തീൻ വാക്കാണ് ലത്തീൻ സഭയിൽ ഉപയോഗിക്കുന്നത്. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെ. അപ്പൊ അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധ കന്യകാമറിയം ഉണ്ണീശോയെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അലങ്കരിച്ചെല്ലാം കൊണ്ടുപോകല്ലോ കുട്ടികളെ. അപ്പൊ എന്തുമാത്രം ഏതെല്ലാം സ്നേഹവികാരങ്ങളോടെ ആയിരിക്കും മറിയം ഉണ്ണീശോയെ ആ തിരുവസ്ത്രങ്ങൾ അണിയിച്ചിട്ടുണ്ടാകുക. ഇന്ന് ഈശോയെ ധരിക്കുമ്പോഴും നമ്മളും മറിയത്തിന്റെ അതേ വികാരങ്ങൾ നമുക്കുണ്ടാകണം. മാത്രമല്ല, ഇതിലൂടെ ഒരു തിരുവചനമാണ് പ്രഘോഷിക്കുന്നത് എന്ന ചിന്ത വേണം. അത് വൃത്തിയും വെടുപ്പും വേണം. അതുപോലെ അത് തൂക്കിയിടുന്ന സ്ഥലങ്ങളെല്ലാം വളരെ വൃത്തിയുള്ളതായിരിക്കണം. അങ്ങനെ ദിവ്യ ശുശ്രൂഷയിലാണ്, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ പോകുന്നത്. ഇതൊരു സാധാരണ കാര്യമല്ലെന്നും നമ്മൾ ദൈവത്തെങ്കിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണെന്നും അതിനാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില സംഗതികൾ പ്രതീകങ്ങളിലൂടെ പ്രഘോഷിക്കണമെന്നും അതാണ് ലിറ്റർജി എന്നൊക്കെ സൂചിപ്പിക്കുകയാണിത്. അതിനാൽ
അതിന് വേണ്ടത്ര കരുതലോടെ ശ്രദ്ധയോടെ ചെയ്യണം. അതുപോലെ തന്നെ വിശുദ്ധ വിചാരങ്ങളോടെ ഈ ദൈവശാസ്ത്ര ചിന്തകളോടെ അത് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സുറിയാനി കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ ദേവാലയ ഘടന ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന സംഗതികൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 35ാമത്തെ ഐറ്റമായിട്ട് പറയാനുള്ളത് തിരുവസ്ത്രങ്ങളിൽ സൂനാറ. പൗരിത്യ സുറിയാനിയില് സൂനാറ എന്നതിന് ഇടക്കെട്ട്, അരക്കെട്ട് എന്നൊക്കെയാണ് അർത്ഥം. അരയിൽ കെട്ടുന്ന കെട്ട്. ഈ 1959 സുറിയാനി കത്തോലിക്കരുടെ ഉപയോഗത്തിനായി നൽകിയ ഓർദോ സെലബ്രാസിയോനിസ് കൂദാശ എന്ന് പറഞ്ഞിട്ട് 1959 അന്ന് നൽകിയ ആ നിർദ്ദേശങ്ങളില് ഈ സൂനാറയെ കുറിച്ച് നൽകുന്ന നിർദ്ദേശം ഇതാണ്. സൂനാറ ഇതൊരു ചരടല്ല. ലത്തീൻ സഭയിൽ ചരടാണ്, പക്ഷെ സുറിയാനി കത്തോലിക്ക സഭയിൽ ചരടല്ല. പ്രത്യുത ഒരു കൈപ്പത്തി വീതിയുള്ള വസ്ത്രമാണ്. പുറകിൽ കൊളുത്തുകൊണ്ട് ബന്ധിക്കാം. നിറം പൈനയുടെ തന്നെ, പൈന ചൊല്ല് കാപ്പ. കുരിശുകളാൽ അലങ്കരിക്കുക. ഈ സൂനാർ എന്നത് കുരിശുകളാൽ അലങ്കരിക്കുന്നത് പതിവാണ്. ഒന്നുകൂടി പറഞ്ഞാല് വൈദികര് അരയിൽ കെട്ടുന്ന വിശുദ്ധ വസ്ത്രമാണ് സൂനാറ. പൈന എന്ന് പറയുന്ന കാപ്പയുടെ അതേ വസ്ത്രം കൊണ്ടാണ് ഇതും നിർമ്മിക്കുന്നത്. കൈപ്പത്തിയുടെ വീതിയിൽ ഇല്ലേ, ഈ വീതിയിൽ അല്ലെങ്കിൽ 4-5 ഇഞ്ച് വ്യത്യാസത്തിലുള്ള ഒരു അരക്കെട്ട്. ഇത് മാർത്തോമ സ്ലീവായാൽ അലങ്കൃതമായിരിക്കും. കൊത്തീനയുടെ മുകളിൽ ബെൽറ്റ് പോലെ ധരിക്കുന്നു. അതിന്റെ ഒരുപാട് ദൈവവചനങ്ങൾ ഇതിന് പിന്തുണയ്ക്കാനുണ്ട്. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചമണിഞ്ഞ് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ എന്ന വചനം പ്രതീകാത്മകമായി ആവിഷ്കരിക്കുകയാണ് ഇത്. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിക്കുക. അതാണ് എഫേസോസ് ലേഖനത്തിൽ പൗലോസ് 6:14 പറയുന്നത്. ആദ്യത്തെ പെസഹ ആചരിച്ച വിധവും ഇതിലേക്ക് ചെറിയ സൂചന നൽകുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-12. അരമുറുക്കി അരക്കെട്ട് കെട്ടി കാലിൽ ചെരുപ്പ് ധരിച്ച് കയ്യിൽ വടി പിടിച്ച് തിടുക്കത്തിൽ വേണം അത് ഭക്ഷിക്കാൻ. അത് യാഹ്വേയുടെ പെസഹ ആകുന്നു. ആ രാത്രി ഞാൻ ഈജിപ്ത് ദേശത്തിൽ കടന്നു പോകും. ഈജിപ്ത് രാജ്യത്തിലെ മനുഷ്യന്റെയും മൃഗത്തിന്റെയും ആദിയാതരയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ സകല ദേവന്മാരുടെയും മേലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യാഹ്വയാകുന്നു. ഇപ്പോ അതിന് പുതിയ നിയമത്തിൽ പുതിയ അർത്ഥം കിട്ടി. പുതിയ നിയമത്തില് കർത്താവ് ഇങ്ങനെ ധൃതിയില് അല്ല കഴിച്ചത്, ചാഞ്ഞു കിടന്നിട്ടാണ് അന്ത്യത്താഴം. അതായത് സ്വർഗത്തിലേക്കുള്ള പുറപ്പാടാണ്, സ്വർഗത്തിലേക്കുള്ള കടന്നുപോക്കാണ്. അതാണ് കുർബാന. അതിൽ പങ്കെടുക്കുന്നവര് പക്ഷേ ഒരുക്കമുള്ളവരായിരിക്കണം. ധൃതി വേണമെങ്കിലും ഒരുക്കം വേണം. അതിനാണ് അരമുറുക്കുന്നത്. ഈ പരൂസിയ എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രന്റെ 2ാമത്തെ വരവ്. ഈ മനുഷ്യപുത്രന്റെ 2ാമത്തെ വരവിന്റെ മുൻ ആസ്വാദനം, പൂർവാസ്വാദനമാണ് വിശുദ്ധ കുർബാന. ഇടക്കാല ആഗമനം എന്നാണ് ക്ലയർവോയിൽ വിശുദ്ധ ബെർണാർഡ് പറഞ്ഞത്. അതായത് ആദ്യത്തെ ആഗമനം മനുഷ്യാവതാരം, 2ാമത്തെ ആഗമനം ലോകാവസാനത്തില്, ഇതിനിടയിൽ കർത്താവ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇടക്കാലാഗമനം, മിഡിൽ കമ്മിങ്. അതാണ് വിശുദ്ധ കുർബാന. അതായത് കർത്താവ് 2ാമതും വരാനിരിക്കുന്നു. ആ 2ാമത് വരാനിരിക്കുന്ന കർത്താവ് വന്നുകൊണ്ടേയിരിക്കുന്നു കൗതാശികമായിട്ട്. ഈ ലത്തീൻ സഭയിലാണെങ്കിൽ സ്ഥാപനവാക്യങ്ങൾ കരഞ്ഞിട്ട് പറയുന്ന വാക്കുകൾ എന്താണ്? അവൻ മരിച്ചു, അവൻ ഉത്ഥാനം ചെയ്തു, അവൻ വീണ്ടും വരും. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലതാണ് അവൻ മരിച്ചു, ഉത്ഥാനം ചെയ്തു, വീണ്ടും വരും. ആ വീണ്ടും വരുന്നത് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ആദിമസഭയില് മാറാനത്ത എന്ന പ്രാർത്ഥന ചൊല്ലിയിരുന്നത്. മാറാനത്ത എന്നത് 2 തരത്തില് അത് ഡിവൈഡ് ചെയ്യാം. ആ വാക്ക് മാറാനത്ത, കർത്താവെ വന്നാലും എന്നാണ് അതിന്റെ അർത്ഥം. മാറാനത്ത, മാറൻ അത്ത, ഇതാ കർത്താവ് വന്നു കഴിഞ്ഞല്ലോ എന്നാണ് അർത്ഥം. കർത്താവ് വന്നു കഴിഞ്ഞല്ലോ. അതായത് കുർബാനയുടെ ആരംഭത്തിൽ കർത്താവിനോട് പറയാണ് മാറാനത്ത, കുർബാനയുടെ അവസാനത്തിൽ പറയാണ്, കുർബാന കഴിയുമ്പോൾ പറയാണ് മാറൻ അത്ത, കർത്താവ് വന്നു കഴിഞ്ഞു. അതായത് കർത്താവിന്റെ ദ്വിതീയ ആഗമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് കുർബാനയില്. കുർബാന കഴിയുമ്പോൾ കർത്താവിന്റെ ദ്വിതീയ ആഗമനം ആസ്വദിച്ചു കഴിഞ്ഞു, വന്നു കഴിഞ്ഞു, കവതാശമര് കണ്ടു കഴിഞ്ഞു, ഞങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ഈ
ആഗസ്തീനോസും ഈ കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ഇടക്കാല ആഗമനം എന്ന് പറയുന്നത് ക്ലയർവോയിലെ വിശുദ്ധ ബെർണാർഡാണ് ഈ വാക്ക് ഉപയോഗിച്ചതെങ്കിലും ആഗസ്തീനോസിന്റെ രചനകളിൽ ഈ ചിന്തകളുണ്ട്. ഈ വാക്ക് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതായത് വിശുദ്ധ കുർബാന കർത്താവിന്റെ പരൂസിയായുടെ രണ്ടാമത്തെ ആഗമനത്തിന്റെ പൂർവാസ്വാദനമാണ്, മുൻ ആസ്വാദനമാണെന്നുള്ള ചിന്തകളൊക്കെ ആഗസ്തീനോസിന്റെ രചനകളിലും കാണാം. ഇങ്ങനെ കർത്താവിന്റെ വരവിന് ഒരുങ്ങിയിരിക്കണമെന്ന് ലൂക്കാസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വാക്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവൻ. യജമാനൻ കല്യാണത്തിന് പോയി തിരിച്ചു വന്ന് മുട്ടിയാൽ ഉടൻ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവന്റെ മടങ്ങി വരവും കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കുവൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും അടുത്ത ചെന്നവർ പരിചരിക്കുകയും ചെയ്യും. അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിന് ഇരുത്തും. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാം യാമത്തിൽ വന്നാലും അവരെ അങ്ങനെ ഒരുക്കമുള്ളവരെ കണ്ടാൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഏത് നാഴികയിൽ വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തന്റെ വീട് കുത്തി തുറക്കാൻ സമ്മതിക്കുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നനച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. ഈ ഒരുക്കം അരമുറുക്കി സേവനം ചെയ്യാനുള്ള ഒരുക്കം, എപ്പോ വേണമെങ്കിലും കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം, ഇതാണ് ഈ അരക്കെട്ട് അല്ലെങ്കിൽ അരമുറുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഒരുങ്ങിയിരിക്കുന്നതിന്റെ അടയാളമാണത്. മനുഷ്യപുത്രനെ എതിരേൽക്കാൻ മാത്രമല്ല, ദൈവത്തിന് ഹിതം ചെയ്യാനും എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നതിന്റെ പ്രതീകമാണിത്. ഈ വരാനിരിക്കുന്നതിന്റെ വരദാനങ്ങളെ കുറിച്ച് പ്രവചിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീതി അവന്റെ അരക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. യെശയ്യാ 11:5. നീതിയാണ് അവന്റെ അരക്കെട്ട്, വിശ്വസ്തത അവന്റെ അരക്കച്ച. അപ്പോ നീതിയുടെയും വിശ്വസ്തതയുടെയും പ്രതീകമാണിത്. ശുദ്ധതയുടെ അടയാളമായിട്ടാണ് സഭയിലെ ഈ സൂനാറ, ഈ ബ്രഹ്മചര്യം വൈദികർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശുദ്ധതയുടെ അടയാളമായിട്ടും സൂനാറ അറിയപ്പെട്ടു. അതുകൊണ്ട് ഷമ്മാശന് സൂനാറ അണിയിക്കുമ്പോൾ മേൽപ്പട്ടക്കാരനായ മെത്രാൻ ഇങ്ങനെ ചൊല്ലുന്നു, കർത്താവേ, നിന്റെ ദാസൻ പൂർണ്ണ വിശുദ്ധിയോടെ നിന്റെ ശുശ്രൂഷയിൽ നിന്ന് നിലനിൽക്കാൻ ശുദ്ധതയാകുന്ന കെട്ടുകൊണ്ട് ഇവനെ ബന്ധിപ്പിക്കണമേ. എല്ലാത്തരം ലൗകിക ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും അകന്ന് വിശുദ്ധ വിചാരങ്ങളോടെയും തികഞ്ഞ വിശുദ്ധിയോടെയും തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കാനുള്ള ശ്രമം ഇവനുണ്ടാകട്ടെ. അതായത് ഇഹലോക മോഹങ്ങളിൽ മാറ്റി നിർത്തപ്പെടുന്നതിന്റെയും കർത്താവിനായിട്ട് പൂർണ്ണമായും സമർപ്പിച്ച ഹൃദയത്തോടെ സേവന സന്നദ്ധനായിരിക്കുന്നതിന്റെയും അടയാളമാണ് ഈ സൂനാറ അല്ലെങ്കിൽ അരക്കെട്ട് അല്ലെങ്കിൽ അരക്കച്ച. ഒരുപാട് തിരുവചനങ്ങൾ ഉൾച്ചേർത്തിട്ടാണ് ഈ സൂനാറയുടെ അർത്ഥം സഭ കണ്ടെത്തിയിരിക്കുന്നത്. ഞാനും ഈ പല പ്രാവശ്യം പറഞ്ഞത് ആവർത്തിക്കുന്നതുകൊണ്ട് ക്ഷമിക്കണം, പക്ഷെ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കണം. അതായത് ലിറ്റർജി എന്ന് പറഞ്ഞാൽ പ്രതീകങ്ങളിലൂടെ പ്രവൃത്തികളിലൂടെ വചനം പ്രഘോഷിക്കുകയാണ്. ഈ വചനങ്ങളെല്ലാം ഈ അരക്കച്ചയുമായിട്ടും അരക്കെട്ടുമായിട്ടും അരമുറുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വചനങ്ങളെല്ലാം ഈ അരക്കെട്ട് ധരിക്കുമ്പോൾ പ്രഘോഷിക്കുകയാണ്. അങ്ങനെ അരക്കെട്ടുമായിട്ട് ഈ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും ഈ വചനങ്ങളാണ് പ്രഘോഷിക്കുന്നത്. അതിനാൽ സൂനാറ എന്തുകൊണ്ടാണ് എന്നുള്ള ഈ ഏതെല്ലാം വചനങ്ങളാണ് സൂനാറയുമായി ബന്ധപ്പെട്ടുള്ളതെന്ന കാര്യം അച്ഛന്മാരെ ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അപ്പോഴാണ് ഈ സൂനാറ അരക്കെട്ടുമായിട്ട് വരുമ്പോൾ ജനങ്ങൾ ഈ വചനങ്ങൾ ഓർക്കുക, അങ്ങനെ ദൈവത്തെ സ്തുതിക്കുക. വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണല്ലോ ലിറ്റർജി. അങ്ങനെയെങ്കിൽ വചന പ്രഘോഷണമാണ് ലിറ്റർജി. ഏതെല്ലാം വചനമാണ് സൂനാറ എന്ന് പറഞ്ഞ അരക്കെട്ട് പ്രഘോഷിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ദൈവജനത്തെ ബോധ്യപ്പെടുത്തണം. ഇപ്പൊ നമുക്ക് വീഡിയോയിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ച് നിങ്ങളും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക, വേദപാഠ അധ്യാപകര് കുട്ടികളെ പഠിപ്പിക്കുക. അങ്ങനെ ഒരാളെ തന്നെ ആശ്രയിച്ച് നിൽക്കാതെ, ഇടവകപ്പള്ളിയിൽ വികാരിച്ചിന് മാത്രം ആശ്രയിച്ച് നിൽക്കാതെ നമുക്കിപ്പോൾ എല്ലാവർക്കും കിട്ടാവുന്ന തരത്തിൽ ഇതാ വന്നിരിക്കുന്നു. ഇത് നിങ്ങൾ പരസ്പരം കാറ്റഗിസം ടീച്ചേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് മറ്റ് കാറ്റഗിസം ടീച്ചേഴ്സിനൊക്കെ പകർന്നു കൊടുത്ത് ഈ വീഡിയോ അയച്ചു കൊടുത്ത് അവര് മറ്റുള്ളവർക്ക് കൊടുത്ത് അങ്ങനെ ലോകത്തുള്ള സകല കാറ്റഗിസം ടീച്ചേഴ്സും ഈ ലിറ്റർജിയിലെ ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ സഭയുടെ വലിയൊരു നവീകരണം സംഭവിക്കും. അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവ് കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവാലയത്തിന്റെ ഘടന, ദേവാലയത്തിലെ ഉപയോഗിക്കുന്ന സംഗതികൾ, അങ്ങനെ തിരുവസ്ത്രങ്ങൾ, അങ്ങനെ പലതുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൽ 36ാമത്തെ ഐറ്റമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഊറാറ അല്ലെങ്കിൽ ഊറാല. ഓർദോ സെലബ്രാസിയോനിസ് ഖുദാശ എന്ന് പറഞ്ഞിട്ട് റോമായിൽ നിന്ന് 1959
1959 അച്ചടിച്ച് നൽകിയ ആ നിർദ്ദേശങ്ങളില് അതില് 5-ാമത്തെ പേജില് 6-ാമത്തെ വകുപ്പായിട്ട് നൽകിയിരിക്കുകയാണ് ഊറാറ. ഊറാറ പുരോഹിതൻ കഴുത്തിൽ അണിയുന്നു. രണ്ടറ്റങ്ങളും നെഞ്ചിൽ കൂടി താഴേക്ക് ഇടുന്നു. 15 തന്നെ നീളമുണ്ട്. 15 കാപ്പ. ഡീക്കന്മാരുടെ ഊറാറ ഇടത്തെ തോളിൽ മുമ്പോട്ടും പിറകോട്ടും തൂക്കിയിടുന്ന നീണ്ട വസ്ത്രമാണ്. സബ് ഡീക്കന്റെ ഊറാറ കഴുത്തിന് ചുറ്റിയിട്ട് രണ്ടറ്റങ്ങളും മുട്ടിന് മുകളിൽ മുമ്പിലും പിറകിലുമായി ഇട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ ഊറാറ ധരിക്കേണ്ടത്. ഈ ഊറാറ അല്ലെങ്കിൽ ഊറാല എന്നതിനെ കുറിച്ച് ക്രൈസ്തവ ശബ്ദകോശം എന്ന് പറഞ്ഞിട്ട് ജോർജ് കുരുക്കുറച്ചന്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ചെറിയൊരു വിവരണമേ ഉള്ളൂ. ഊറാല ബ്രാക്കറ്റില് ഊറാറ. തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ വൈദികർ ഉപയോഗിക്കുന്ന വീതി കുറഞ്ഞ നീണ്ട ഒരു വസ്ത്രമാണ് ഊറാല. കഴുത്തിലിടുന്നതിന് നെടിയ ഊറാല എന്നും കയ്യിലിടുന്നതിന് കയ്യൂറാല എന്നുമാണ് പറയാറ്. മാനിപ്പുളും എന്നാണ് കയ്യൂറാലയ്ക്ക് ലത്തീനിലെ പേര്. ഊറാല എന്ന വാക്ക് സുറിയാനിലെ ഊറാറ എന്ന വാക്കിന്റെ രൂപഭേദമാണ്. ആ വാക്കാകട്ടെ ഹൂറാറ എന്ന മറ്റൊരു സുറിയാനി പദത്തിൽ നിന്നുണ്ടായതാണ്. ലത്തീൻ ഭാഷയിൽ സ്തോള എന്നാണ് ഇതിന്റെ പേര്. പോർച്ചുഗീസിൽ സ്തോള, ഇംഗ്ലീഷിൽ സ്റ്റോള്. യൗസേപ്പ് ഗീവർഗീസ് എഴുതിയ പ്രസിദ്ധ ആരാധനയിൽ എൽത്തുരുത്ത് 1897 ഇങ്ങനെ പറയുന്നു: ഊറാല എന്ന് നാം പറയുന്നത് സുറിയാനി ഭാഷയാണെന്നും ഹൂറാറ എന്ന സുറിയാനി പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും നിർണയിക്കുന്നതിന് പല ന്യായങ്ങളുണ്ട്. കൽദായ സുറിയാനി ഭാഷയിൽ ദേവദ്രവ്യാനുമാന പരിചരണ ക്രമപുസ്തകത്തിൽ ഊറാല എന്ന് നാം പറയുന്നതിന് ഹൂറാറ എന്ന നാമം ഉപയോഗിച്ചിരിക്കുന്നതായി കാണുന്നുണ്ട്. പുറം 144. എസ്തല എന്ന് ഒരു സുറിയാനി പദമുണ്ട്. അത് ലത്തീനിലെ സ്തോളയിൽ നിന്ന് വന്നതാണ്. അരിക്, അറ്റം, വിളുമ്പ്, കര എന്നൊക്കെ അർത്ഥമുള്ള ഒരാരിയം എന്നൊരു ലത്തീൻ വാക്കും ഊറാലയ്ക്ക് ഉപയോഗിച്ചിരുന്നു. ഒരാരിയം എന്നതിന്റെ ധാതുവും ഓർ എന്നാണ്. ആ ഇൻഡോ ആര്യൻ പദം പോർച്ചുഗീസിലും പാലിയിലും മലയാളത്തിലുമൊക്കെ ഉണ്ട്. മലയോരം, കടലോരം. അപ്പൊ ഓർ എന്ന് പറഞ്ഞാൽ അരിക്, അറ്റം, വിളുമ്പ് എന്നൊക്കെ, കര എന്നൊക്കെ അർത്ഥമുള്ളത്. ഇത്രയുമാണ് കുരുക്കുറച്ചൻ പറയുന്നത്. ഇതിന്റെ എല്ലാം വെളിച്ചത്തില് നമുക്ക് ഊറാറ അല്ലെങ്കിൽ ഊറാല എന്നതിനെ കുറിച്ചുള്ള അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ കേട്ടതുപോലെ ഹൂറാറ എന്ന പദത്തിൽ നിന്നാണ് ഊറാറ നിഷ്പന്നമാകുന്നത്. രാരിയും എന്നതിന്റെ ധാതു ഓർ എന്നാണ്. രാരിയും. അതിൽ നിന്നാണ് ഊറാറ എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. യഹൂദരുടെ പ്രാർത്ഥന കുപ്പായത്തെ പ്രയർ ഷോൾ ഉണ്ടല്ലോ, പ്രയർ ഷോൾ, തല്ലിത്ത എന്നാണ് വിളിക്കുക. ഊറാറയേക്കാൾ അല്പം കൂടെ വീതിയുള്ള ഷോളാണിത്. സംഖ്യയുടെ പുസ്തകം 15:38, നിയമാവർത്തനം 22:12. സുറിയാനിലെ എസ്തല, ഹീബ്രുവിലെ തല്ലിത്ത് എന്നിവയോടുകൂടെ ഊറാറയുടെ അംശങ്ങളും ചേർന്നിട്ടായിരിക്കണം ഊറാല എന്ന വാക്കും സുറിയാനി സഭയിൽ വ്യാപകമായത്. എസ്തല, തല്ലിത്ത്. അപ്പൊ അതിലത്തെ എല്ലാ എലമെന്റും പിന്നെ ഈ പറഞ്ഞ ഹൂറാറ എന്ന വാക്ക്, അപ്പൊ സുറിയാനിയും ഹീബ്രും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഊറാറ പിന്നെ ഊറാല എന്ന വാക്ക് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കും. സുറിയാനി വാക്കാണ് മലയാളത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒരു കാലത്ത് രാജാവിന്റെ അലങ്കാരവും ചിഹ്നവുമായിരുന്നു ഊറാറ. രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തുവിനെ വെളിപാട് പുസ്തകം 19:16 ധരിക്കുകയാണ് ഊറാറ അണിയുമ്പോൾ. അതായത് രാജാവിന്റെ അലങ്കാരവും ചിഹ്നവുമായിരുന്നു ഈ ഊറാറ എന്ന് പറയുന്നത്. രാജാക്കന്മാരുടെ രാജാവാണ് ക്രിസ്തു. വെളിപാട് പുസ്തകം 19:16. അപ്പോ ഊറാറ അണിയുമ്പോൾ രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തുവിനെ അണിയുകയാണ്. നമ്മൾ കേട്ടതുപോലെ ഹേപ്പുദിയാക്കന, സബ്ഡീക്കൻ, അത് കഴുത്തിൽ ചുറ്റി അറ്റങ്ങൾ പുറകിലേക്കും മുന്നിലേക്കും വീണ് കിടക്കുന്ന തരത്തിലാണ് കഴുത്തിൽ ചുറ്റിയിട്ട്. ശംശാന അഥവാ ഡീക്കൻ അത് ഇടത്തെ തോളിൽ മുമ്പിലും പുറകിലും തുല്യമായി കിടക്കുന്ന തരത്തിൽ ധരിക്കുന്നു. അത് മുൻവശത്തെ കണങ്കാൽ വരെ എത്തുന്നു. ഇടത് തോൾ സേവന മനസ്കതയുടെയും സേവകന്റെ വിധേയത്വത്തിന്റെയും പ്രതീകമായിട്ടാണ് സുറിയാനി പാരമ്പര്യത്തിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇടത്തെ തോളിൽ അത് ഇടുന്നത്. കശീശ എന്ന പുരോഹിതൻ കഴുത്തിൽ സൂനാറ ധരിച്ചതിന് ശേഷം ഇരു തോളുകളിലൂടെ മുമ്പിലേക്ക് നീട്ടിയിടുകയാണ് ഊറാല. അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സൂനാറ ധരിച്ചതിന് ശേഷം ഊറാല അല്ലെങ്കിൽ ഊറാറ ഇങ്ങനെ ഇരു തോളിലൂടെ മുമ്പിലേക്ക് നീട്ടിയിടുന്നു. രണ്ടറ്റവും കൊത്തിനയോളം നീളമുണ്ട്, അല്ലെങ്കിൽ പൈനയോളം, പൈന കാപ്പ നീളമുണ്ട്. പൈന എന്ന കാപ്പയുടെ അതേ തുണി കൊണ്ടാണ് ഈ ഊറാറ അല്ലെങ്കിൽ ഊറാല നിർമ്മിക്കുന്നത്. ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെയും പ്രതീകമാണിത്. രാജാക്കന്മാരുടെ രാജാവിന്റെ പ്രതീകം തന്നെയല്ല,
മഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ പ്രതീകമാണിത്. വിശുദ്ധ ശുശ്രൂഷയ്ക്ക്, അതായത് ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ലിറ്റർജി, ദൈവ ശുശ്രൂഷയാണ് ലിറ്റർജി. ആ ലിറ്റർജിക്ക് ഒരാൾ നിയോഗിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നതിന്റെ അടയാളമാണിത്. അതിലേക്കുള്ള പടികളാണ് സബ് ഡീക്കൻ, ഹെബുദിയാക്കാന, ഡീക്കൻ, ശംശാന, അങ്ങനെ. അതുകൊണ്ടാണ് തോളിൽ ചുറ്റി, പിന്നെ ഇടത്തോട്ടേക്ക്, പിന്നെ ഇരു തോളിലേക്കും അതിന്റെ പടികളാണ്. അതായത് ലിറ്റർജി എന്ന ദൈവ ശുശ്രൂഷയ്ക്ക് ഒരാൾ മാറ്റി നിർത്തപ്പെട്ടതിന്റെ പ്രതീകമാണ് ഊറാല അല്ലെങ്കിൽ ഊറാറ. കൂദാശകളോ കൂദാശ അനുകരണങ്ങളോ പരികർമ്മം ചെയ്യാൻ കർത്താവ് വാഴിച്ചതിന്റെയും സഭ നിയമിച്ച അധികാരം നൽകുന്നതിന്റെയും ഔദ്യോഗിക അടയാളമാണിത്. പുതിയ നിയമത്തിൽ ഒരൊറ്റ പുരോഹിതനേയുള്ളൂ, ഈശോ മിശിഹ. ആ മിശിഹയുടെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന ആൾക്ക് ഉപയോഗിക്കാവുന്ന തിരുവസ്ത്രമാണ് ഊറാറ. ദൈവത്തിന്റെ മഹത്വത്തിനായുള്ള പ്രവർത്തനങ്ങളാൽ തന്നെ തന്നെ ധന്യനാക്കാനുള്ള ആഹ്വാനമായും ഓർമ്മപ്പെടുത്തലായും വൈദികൻ ഇത് അണിയുന്നു. അതിനാൽ ഊറാറ ധരിപ്പിക്കുമ്പോൾ മേൽപ്പട്ടക്കാരനായ മെത്രാൻ ഇങ്ങനെ ചൊല്ലുന്നു: നീതിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രശോഭിപ്പിക്കണമേ, വിശുദ്ധിയുടെ നിർമ്മല പ്രവൃത്തികൾ കൊണ്ട് ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കണമേ. പൗരോഹിത്യത്തിന്റെ ചൈതന്യത്തെയാണ് ഇവിടെ ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. എന്താണ് ഈ ആത്മാവോടും കൂടെ എന്ന് പറഞ്ഞാൽ? ആത്മാവിനോട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ആത്മാവെന്നല്ല, പൗരോഹിത്യത്തിന്റെ ആത്മാവ് എന്നാണ്. അപ്പോൾ ഈ വിശുദ്ധിയുടെ നിർമ്മല പ്രവൃത്തികൾ കൊണ്ട് ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഇയാളുടെ പൗരോഹിത്യമാകുന്ന ആത്മാവിനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്, പൗരോഹിത്യത്തിന്റെ ആത്മാവിനെ എന്നാണ്. പൗരോഹിത്യത്തിന്റെ ചൈതന്യത്തെയാണ് ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. മാർ തേദോറ് ഊറാറയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മാലാഖമാർ പറന്നു നിൽക്കുന്നവരുടെ തുല്യമാണ് ഊറാറ. ഈ ഊറാറ അണിഞ്ഞ വൈദികൻ, മാലാഖമാർ പറന്നു നിൽക്കുന്നവരോട് തുല്യമാണ് ഊറാറ അണിഞ്ഞ വൈദികൻ. ഊറാറയുടെ സ്വതന്ത്രമായി കിടക്കുന്ന രണ്ടറ്റങ്ങളും മാലാഖയുടെ ചിറകുകളുടെ ഉപമിക്കാം, ഇങ്ങനെ സ്വതന്ത്രമായി കിടക്കുകയാണ്. വൈദികന്റെ ശുശ്രൂഷ അടിമത്തത്തിന്റേതല്ല, സ്വാതന്ത്ര്യത്തിന്റേതാണ് എന്ന ഒരു സൂചനയും അതുണ്ട്. അതാണ് ഈ സ്വതന്ത്രമായി കിടക്കുന്ന ഊറാറ വെളിപ്പെടുത്തുന്നത്. അതായത് തങ്ങൾ ആയിരിക്കുന്ന മിശിഹായിലുള്ള സ്വാതന്ത്ര്യം, അത് അവരെ പറക്കാനായിട്ട്, ദൈവ ശുശ്രൂഷയ്ക്കായി സ്വർഗത്തെങ്കിലേക്ക് പറക്കാനായിട്ട് അവരെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഊറാറ, സൂനാറ എന്ന് പറഞ്ഞ അരക്കെട്ട് അല്ലെങ്കിൽ അരക്കച്ചയ്ക്ക് മുകളിലായിട്ട് ഊറാറ സ്വതന്ത്രമായി ഇടുന്നത്. ഈ പൗരോഹിത്യത്തിന്റെ ചിറകുകൾ ഉപയോഗിച്ച് മാലഖമാർ പറക്കുന്നത് പോലെ മധുബഹ എന്ന സ്വർഗത്തിലേക്ക് പറക്കാൻ വൈദികന് കഴിയുക എന്നുള്ളതാണ്. ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, മാലാഖയുടെ ചിറക് പോലെ പറക്കാനായിട്ട്. ചില വൈദികര് സൗകര്യം അനുസരിച്ച് ഈ ഊറാറ സൂനാറയുടെ ഉള്ളിലാക്കും. അപ്പൊ ഇങ്ങനെ തെന്നിപ്പോകില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഊറാറ സ്വതന്ത്രമായി കിടക്കുന്നതിന് പകരം അതിന്റെ രണ്ടറ്റങ്ങളും സൂനാറയുടെ ഉള്ളിലൂടെ താഴേക്ക് ഇടുന്നു. അപ്പോൾ അതിന്റെ ഒരു പ്രതീകത്തിൽ ഒരു മങ്ങലേൽക്കും. മാലാഖയുടെ ചിറകുകള്, അതായത് മിശിഹായിലുള്ള പൗരോഹിത്യ സ്വാതന്ത്ര്യം, അത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പോലെയാണ്, പറക്കാൻ പറ്റില്ല. അപ്പൊ ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ ഈ പൗരോഹിത്യത്തിന്റെ ചിറകുകളാണ് ഈ ഊറാറ. മാലഖമാരെ പോലെ പറന്ന് സ്വർഗീയ സിംഹാസനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പറക്കുക, ഇല്ലേ? ആ മിശിഹായുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുക. ഈ ദൈവശാസ്ത്രങ്ങൾക്കൊക്കെ മങ്ങലേൽക്കും ഈ ഊറാറ സൂനാറയുടെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ. സ്വാഭാവികമായി ചില ചോദിക്കും, വൈവിധ്യം സുന്ദരമല്ലേ എന്ന്. വൈവിധ്യം സുന്ദരം തന്നെ. എങ്കിലും കത്തോലിക്ക സഭയിൽ 24 സഭകൾ തമ്മിൽ ഇല്ലേ വൈവിധ്യങ്ങളുണ്ട്. നല്ലതുമാണ്, വേണ്ടതുമാണ്. എന്നാൽ ഒരു സഭയ്ക്കുള്ളിൽ, അതും സുറിയാനി കത്തോലിക്ക സഭ പോലെ ചെറിയൊരു സഭയ്ക്കുള്ളിൽ, ഓരോ രൂപതകൾ തോറും, ഓരോ ഇടവകകൾ തോറും, ഓരോ വൈദികൻ തോറും വൈവിധ്യമുണ്ടായാൽ അത് സുന്ദരമാണോ അരോചകമാണോ? അരോചകമാണ്. സഭകൾ തമ്മിൽ വൈവിധ്യങ്ങൾ വേണം. ഒരു സഭയ്ക്കുള്ളിൽ ഓരോ രൂപതകൾ തോറും, ഓരോ ഇടവകൾ തോറും, ഓരോ വൈദികൻ തോറും വൈവിധ്യങ്ങളായാലോ അപ്പോ ഒട്ടും ഐക്യമുണ്ടാകില്ല, ഐകരൂപി ഉണ്ടാകില്ല, അരോചകമായിരിക്കും, സൗന്ദര്യം ഉണ്ടാകില്ല. ഓരോ വൈദികനും തോന്നിയതുപോലുള്ള വൈവിധ്യം സൃഷ്ടിക്കുന്നത് സഭയുടെ ഐക്യതയ്ക്കും വിഘാതമാണ്, ലിറ്റർജിയുടെ സൗന്ദര്യത്തിനും വിഘാതമാണ്. അതിനാൽ ഈ ഒരു സഭയുടെ ഉള്ളിൽ ഏകതാനത വേണം. സഭകൾ തമ്മിൽ വൈവിധ്യങ്ങൾ വേണം, പക്ഷെ ഒരു സഭയ്ക്കുള്ളിൽ ഐകരൂപ്യം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഐകരൂപ്യവും ഐക്യതയും സൃഷ്ടിക്കാൻ വേണ്ടി സഭ നിലപാടുകൾ എടുക്കുന്നത്. ഊറാറയുടെ ദൈവശാസ്ത്രം നോക്കൂ. ഞാൻ പറഞ്ഞ ദൈവശാസ്ത്രങ്ങളൊക്കെ നോക്കണം. ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം മാത്രം കേൾക്കാതെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, അതിലത്തെ ഒരു കാര്യം മാത്രം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പൗരോഹിത്യത്തിന്റെ ചിറകുകളാണ് ഈ ഊറാറ. യേശുവിന്റെ രാജ്യത്വത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും പ്രതീകമാണത്. ആ മാലാഖമാർക്ക് ചിറകുള്ളതുപോലെ പുരോഹിതന്
പൗരോഹിത്യത്തിന്റെ ചിറകുകൾ കൊടുത്തിരിക്കുകയാണ്. എന്തിനാ? ഈ ഹൈക്കലിൽ നിന്നും ബേമയിൽ നിന്നും സ്വർഗീയ ജെറൂസലത്തേക്ക് പോകാനും അങ്ങനെ മിശിഹായുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തി ഈ അപ്പവും വീഞ്ഞിനെയും കർത്താവിന്റെ തന്നെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റാനുള്ള പൗരോഹിത്യത്തിന്റെ ആത്മാവ്, പൗരോഹിത്യത്തിന്റെ ചിറക്, ഇതാണ് ഈ ഊറാറ. അപ്പൊ അതിന് ആ സ്വാതന്ത്ര്യവും ആ ദൈവശാസ്ത്രവും വെളിപ്പെടുന്ന തരത്തിൽ വേണ്ടേ അത് ധരിക്കാൻ? അതാണ് എന്റെ പോയിന്റ്. അങ്ങനെ വൈദികർക്ക് അത് മനസ്സിലാകട്ടെ. മനസ്സിലാകാത്ത വൈദികർക്ക് പറഞ്ഞു കൊടുക്കാൻ അൽമായർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, അതിനുള്ള അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇത് ധരിച്ചു വരുമ്പോൾ ഈ ദൈവശാസ്ത്രങ്ങളൊക്കെ നമ്മൾ ഓർക്കാനും അങ്ങനെ അതിൽ പങ്കെടുക്കാനും കഴിയട്ടെ. ഞാൻ എല്ലാ ടോക്കുകളിലും മിക്കവാറും പറഞ്ഞതെന്ന് ആവർത്തിക്കുകയാണ്. ലിറ്റർജി എന്ന് പറഞ്ഞാൽ വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ്. അതായത് പ്രവൃത്തിയിലുള്ള വചനമാണ്. പ്രതീകങ്ങളിലൂടെ, നല്ല പ്രതീകങ്ങളിലൂടെ വചനം പ്രഘോഷിക്കുകയാണ്. അക്ഷരങ്ങളിലും വാക്കുകളിലെയും മാത്രമല്ല, പ്രവൃത്തികളിലൂടെ, പ്രതീകാത്മക പ്രവൃത്തികളിലൂടെ വചനം പ്രഘോഷിക്കുകയാണ്. കാരണം ലിറ്റർജി എന്ന് പറഞ്ഞാൽ വചന പ്രഘോഷണമാണ്. അത് വാക്കുകൊണ്ട് മാത്രമല്ലല്ലോ, പ്രവൃത്തികൾ കൊണ്ട് വേണ്ടേ, പ്രതീകാത്മക പ്രവൃത്തികൾ കൊണ്ട് വേണ്ടേ? അതാണ് സംഭവിക്കുന്നത്. അതിൽ ഈ ഓരോ പ്രവൃത്തികളിലൂടെയും വചനം പ്രഘോഷിക്കുമ്പോൾ നമുക്ക് ആ വചന പ്രഘോഷണത്തിൽ പങ്കുചേരാം. ഈ വചന പ്രഘോഷണം നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക, മക്കൾക്കും അയൽക്കാർക്കും കൂട്ടുകാർക്കും ഒക്കെ. അങ്ങനെ ഒരു ശരിക്കും ലിറ്റർജിക്കൽ നവീകരണം നമ്മിലൂടെ സംഭവിക്കട്ടെ, സാധാരണക്കാരോട് സംഭവിക്കട്ടെ. അതാണ് സഭ ഇന്നത്തെ അവസരത്തിൽ, ഇന്നത്തെ കാലത്ത്, ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മൾ ദേവാലയ ഘടന, ദൈവത്തിൽ ഉപയോഗിക്കുന്ന സംഗതികളൊക്കെ ധ്യാനിക്കുകയാണ്. അതിൽ 37ാമത്തെ ഐറ്റമായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് സന്ദേ, കയ്യുറ എന്ന് പറയും. കയ്യുറ, അതേക്കുറിച്ച് ഓർദോ സെലബ്രാസിയോനിസ് കുദാശ എന്ന് പറഞ്ഞിട്ട് 1959 റോമായിൽ നിന്ന് അച്ചടിച്ച് നൽകിയിരിക്കുന്ന ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് 5ാമത്തെ പുറം 6ാമത്തെ ഐറ്റം, സന്ദേ അഥവാ കയ്യുറയാൽ കൈത്തണ്ടകളുടെ അറ്റം മൂടുന്നു. അടഞ്ഞതോ തുറന്നതോ ആകാം. അയഞ്ഞതാണെങ്കിൽ കൈത്തണ്ടയിൽ കെട്ടിവെക്കണം. പൈനായുടെ നിറം തന്നെ കുരിശുകളാൽ, സ്ലീവകളാൽ അലങ്കരിക്കാറുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടു ഊറാല അല്ലെങ്കിൽ ഊറാറയുമായിട്ട് ബന്ധപ്പെട്ട് കഴുത്തിലിടുന്നതിനെ നെടിയ ഊറാല എന്നും കയ്യിലിടുന്നതിനെ കയ്യൂറാല എന്നും വിളിച്ചിരുന്നു. പ്രത്യക്ഷത്തില് ഈ സന്ദേ എന്ന് പറഞ്ഞ കയ്യൂറ ഈ കൊത്തീനായുടെ അറ്റം തൂങ്ങിക്കിടക്കാതിരിക്കാനും അത് തിരുരഹസ്യങ്ങളിലൊക്കെ മുട്ടാതിരിക്കാനും വേണ്ടി ഒരു പ്രായോഗിക സംവിധാനമായിട്ടാണ് തോന്നുക. എന്നാൽ അതിനേക്കാൾ ആഴമുള്ള ഒരു അർത്ഥം ഇതിനുണ്ട്. കൈവിലങ്ങ് എന്നാണ് ഈ സന്ദേ എന്ന സുറിയാനി പദത്തിനർത്ഥം. കൈവിലങ്ങ് പരിശുദ്ധ ശുശ്രൂഷയ്ക്ക്, അതായത് ലിറ്റർജിക്ക് താൻ തയ്യാറാണെന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ കൈകൾ ഇങ്ങനെ വിലങ്ങ് വെച്ച പോലെയാണ് ഇത് ധരിക്കുന്നതിലൂടെ. അതായത് ക്രിസ്തുവിന് വേണ്ടി വിലങ്ങ് വെക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ വിലങ്ങ് വെക്കപ്പെട്ട അടിമയാണ് ഞാൻ. അങ്ങനെ ക്രിസ്തുവിനോടുള്ള അടിമത്തം അഥവാ അനുസരണം, അതാണ് ഏറ്റവും ഉത്തമമായ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിക്കുകയുമാണ്. അപ്പോ കർത്താവിന് വേണ്ടി വിലങ്ങ് വെക്കപ്പെട്ടതുപോലെയാണ് ഇത് കാണുന്നത്. മാത്രമല്ല തിരുരഹസ്യങ്ങൾ ഉയർത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് സ്ലീവായാൽ മുദ്രിതമാണ്, അങ്ങനെ അലങ്കൃതമാണ്. അപ്പോൾ കൈകൾ ഉയർത്തുമ്പോൾ ജനങ്ങൾ കാണുന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ജനങ്ങൾ കാണുന്നത് ഈ സ്ലീവയാണ്. സ്ലീവ. അപ്പൊ അച്ഛന്റെ കൈകളോടൊപ്പം ഈ അച്ഛൻ തന്നെ സ്ലീവയായിട്ട് മാറുന്നു. കർത്താവിന് വേണ്ടി വിലങ്ങ് വെക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യമേ തനിക്കുള്ളൂ എന്നെല്ലാം പ്രഖ്യാപിക്കുക കൂടിയാണ് ഈ സന്ദേ അല്ലെങ്കിൽ കയ്യുറ. അപ്പൊ അതൊരു പ്രായോഗിക സംവിധാനം മാത്രമല്ല, അതിനേക്കാൾ ആഴമേറിയ ദൈവശാസ്ത്രം ഉള്ളത് തന്നെയാണ്. അപ്പൊ അത് ധരിക്കുമ്പോഴൊക്കെ ഞാൻ കർത്താവിന് വേണ്ടി വിലങ്ങ് വെക്കപ്പെട്ടവനാണ്, കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യമേ എനിക്കുള്ളൂ, എനിക്ക് അത്രേ വേണ്ടൂ, അതാണ് എനിക്ക് ഏറ്റവും ഉത്തമമായ സ്വാതന്ത്ര്യം, സന്തോഷം നൽകുന്നത് എന്ന വിശ്വാസത്തോടെ അത് ധരിക്കാനും കാണുന്നവരും ആ തരത്തിലുള്ള വിശ്വാസത്തിലും വികാരങ്ങളിലും ഉൾച്ചേരാനും സാധിക്കുക. അങ്ങനെ ലിറ്റർജിയിലെ ഏറ്റവും നല്ല രീതിയിൽ പങ്കെടുക്കാൻ കഴിയട്ടെ. കർത്താവിന് വേണ്ടി
ഇല്ലേ വിധേയത്വത്തോടുകൂടി വിലങ്ങ് വെക്കപ്പെട്ടവനാണ് ഞാൻ, അത് സ്വതന്ത്രമായി വിലങ്ങ് വെക്കാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്ന ചിന്തയോടെ ലിറ്റർജിയിൽ പങ്കെടുക്കാൻ ഇത് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മൾ ദേവാലയ ഘടന, സുറിയാനി കത്തോലിക്ക സഭയുടെ ദേവാലയ ഘടന, ദേവത്തിൽ ഉപയോഗിക്കുന്ന സംഗതികൾ അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ 38ാമത്തെ ഐറ്റമായിട്ട് നമ്മൾ കാണുന്നത് പൈന. അതിനകത്ത് ഈ ഓർദോ സെലബ്രാസിയോനിസ് കൂദാശ എന്ന് പറഞ്ഞിട്ട് റോമായിൽ നിന്ന് അച്ചടിച്ച് നൽകിയ 1959 അച്ചടിച്ച് നൽകിയ രേഖ, അതില് 6ാമത്തെ വകുപ്പ് 5ാമത്തെ പേജിൽ ഞാൻ വായിക്കുകയാണ്. പൈന ലത്തീൻ കാപ്പയ്ക്ക് തുല്യമാണിത്. മുൻവശം തുറന്നതും കൊളുത്തിട്ട് ബന്ധിച്ചതുമാണ്. പുറകിൽ അത്ര വലുതല്ലാത്ത മാർത്തോമാ സ്ലീവായാൽ അലങ്കൃതമാണ്. അതിന് ഗ്രീക്ക് കുരിശെന്നും വിളിക്കാറുണ്ട്. വിളുമ്പുകളെല്ലാം ചുറ്റും ബോർഡറുകളാൽ അലങ്കൃതമാണ്. സിൽക്ക് കൊണ്ടോ മറ്റു വിലപിടിപ്പുള്ള തുണി കൊണ്ടോ ഉണ്ടാക്കുന്നു. അതിന് നിറത്തെപ്പറ്റി യാതൊരു പ്രത്യേക നിബന്ധനയും നിലവിലില്ല. കശീശ എന്ന പുരോഹിതൻ ഏറ്റവും പുറമെ ധരിക്കുന്ന തിരുവസ്ത്രമാണ് പൈന, ലത്തീനിലെ കാപ്പ. ലത്തീൻ പാരമ്പര്യത്തിൽ ഈ ഖോപ്പ് അതാണ് കാപ്പ. സുറിയാനിയിൽ ഗുൽത്ത എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഗുൽത്ത. ചരിത്രപരമായി പൈന ഇടയന്മാരുടെ വസ്ത്രമാണ്. വൈദികന്റെ ഇടയധർമ്മത്തെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇടയനെക്കുറിച്ചുള്ള പ്രഭാഷണത്തില് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്: ആരും എന്റെ പ്രാണൻ എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമേധയെ സമർപ്പിക്കുകയാണ്. അത് കൊടുക്കാനും എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. അതായത് എന്താണ് വിശുദ്ധ കുർബാനയിൽ ഈശോ മിശിഹ കുർബാന സ്ഥാപിച്ചപ്പോൾ എന്താണ് ചെയ്തതെന്ന് ഇടയന്റെ പ്രഭാഷണത്തിലാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. അതായത് മനുഷ്യൻ അക്രമ സ്വഭാവമുള്ളവനാണ്. പാപം അവന്റെ ജന്മവാസനയാണ്. അവന്റെ അക്രമം ആ അക്രമത്തിന്റെ അടിത്തട്ട് വരെ കർത്താവ് സ്വയം അങ്ങ് കുടിക്കുകയാണ്. സ്നേഹം കൊണ്ട് അക്രമം അങ്ങ് കുടിച്ചു വലിച്ചെടുത്തിട്ട് അവന്റെ സ്നേഹത്താൽ അതിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. അപ്പൊ മനുഷ്യന്റെ അക്രമത്തിന്റെ ആ കാസ അതിനടുത്തട്ട് വരെ കർത്താവ് തന്നെ കുടിച്ച് ആ സ്നേഹത്തോടെ കുടിക്കുന്ന ആ പ്രക്രിയയിൽ അതിനെ ബലിയായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ്. കർത്താവിന്റെ മേൽ അക്രമം കാണിച്ചു മനുഷ്യര്, പക്ഷെ കർത്താവ് അത് സ്വമേധയെ ഏറ്റെടുക്കുകയാണ്. ആരും എന്റെ പ്രാണൻ പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമേധയെ സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കാനും തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. അങ്ങനെ അധികാരമുള്ളവൻ യേശു മാത്രമാണ്. അപ്പോൾ മനുഷ്യന്റെ അക്രമത്തെ ഹിംസയെ ദൈവം സ്വയമേവ തന്നിലേക്ക് തന്നെ വലിച്ചെടുത്ത് അതിന്റെ മട്ട് വരെ കുടിച്ച് സ്നേഹത്താൽ അതിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അത് ബലിയായി മാറുന്നു. ബലി എന്ന് വെച്ചാൽ കൊല്ലപ്പെടൽ തന്നെയാണ്, പക്ഷേ അത് ആത്മബലിയാണ്, സ്വയം സമർപ്പിക്കുകയാണ്. ഇത് മുൻകൂട്ടി കാൽവരിയിൽ നടക്കുന്ന സംഗതി മുൻകൂട്ടി അന്ത്യത്താഴത്തിലേക്ക് കൊണ്ടുവന്ന് അവന്റെ കൊലപാതകത്തെ അവൻ ബലിയാക്കി മാറ്റിയതാണ് ഈ വിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ ഇടയന്റെ വസ്ത്രം ധരിച്ചിട്ടാണ്, നല്ല ഇടയന്റെ പ്രഭാഷണത്തിലാണ് ഈ അക്രമത്തെ സ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്തുന്ന കാര്യം കർത്താവ് ചെയ്തത്. അതിനാൽ ഇടയന്റെ വസ്ത്രം ധരിച്ചിട്ടാണ് വൈദികര് കുർബാന അർപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? നീതിയുടെ വസ്ത്രം അല്ലെങ്കിൽ ഇടയന്റെ വസ്ത്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? വലിയ ദൈവശാസ്ത്രമാണിത്. നിങ്ങൾക്ക് ഇതിന്റെ കുറെ കൂടി വിശദമായി അറിയണമെങ്കിൽ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകത്തില് ഈ ഇടയനെ കുറിച്ചുള്ള ആ പ്രഭാഷണം, അതുപോലെ അന്ത്യത്താഴത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണമല്ല വ്യാഖ്യാനം, നസറത്തിൽ യേശു എന്ന ആ ഗ്രന്ഥത്രയത്തിൽ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വിശദമായിട്ട് കിട്ടും. വൈദികളുടെ അജപാലന ദൗത്യം പ്രകാശിപ്പിക്കുകയാണ് ഇതിലൂടെ, ഇടയ ദൗത്യത്തിലൂടെ. പൈനായുടെ പുറകിലുള്ള മാർത്തോമാ സ്ലീവ 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ, ഈശോ മിശിഹ, ഒറ്റ പുരോഹിതനേ ഉള്ളൂ. ആ മിശിഹായിൽ ആയിരുന്നു കൊണ്ടാണ് വൈദികൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതിന് ലത്തീനിൽ പറയും ഇൻ പെർസോണ ക്രിസ്തി, യേശു നാളിലായിരുന്നു കൊണ്ടാണ്. രണ്ടാമതായി സ്വർഗരാജ്യത്തേക്ക് നയിക്കുന്ന ഈശോ മിശിഹായെയാണ് അടയാളപ്പെടുത്തുന്നത്. അതായത് അവൻ ഉത്ഥാനം ചെയ്തു, മരിച്ചു, ഉത്ഥാനം ചെയ്തു. ഉത്ഥാനം ചെയ്തതോടുകൂടി അവൻ പുതിയ ജനത്തിലുള്ള ജീവനിലേക്ക് പോയി. നമ്മൾ എല്ലാവരും ആ പുതിയ ജനത്തിലുള്ള ജീവനിലേക്ക്, സ്വർഗീയ ജീവനിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയാണ് ഈ ക്രിസ്തുവിൻ ദൗത്യം. അത് സംഭവിക്കുന്നത്, കവനാശം സംഭവിക്കുന്നത് കുർബാനയിലാണ്.
ലോകാവസാനത്തില് സ്വർഗീയ ജെറുസലമില് നമ്മൾ കഴിക്കാനിരിക്കുന്ന നാളത്തെ അപ്പം ഇപ്പോഴേ കർത്താവ് തരികയാണ്. കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിന് സ്വർഗത്തിൽ വിളമ്പുന്ന അപ്പം ഇപ്പോഴേ നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. കാരണം ഇത് എന്റെ ശരീരമാണ്, ഇത് എന്റെ ജീവനാണ്, എന്റെ പ്രാണനാണ്. സ്വർഗത്തിൽ നമ്മൾ ദൈവമായിട്ട് ഒന്നാകുന്നതിന്റെ മുൻകൂറായിട്ടുള്ളൊരു ആസ്വാദനം തന്നിരിക്കുകയാണ്. തീർന്നില്ല. നമ്മൾ പറഞ്ഞു നീതിയുടെ വസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞു. ഇടയന്റെ വസ്ത്രം എന്ന് പറഞ്ഞു, നീതിയുടെ വസ്ത്രം. പുരോഹിതൻ നീതി സൂര്യനെ അണിഞ്ഞിരിക്കുന്നു. നീതി സൂര്യൻ എന്ന് പറയുന്നത് ദ സൺ ഓഫ് റൈറ്റസ്നെസ്. മലാഖിയുടെ പുസ്തകത്തിൽ 4:2 ദ സൺ എന്ന് വെച്ചാൽ SUN, സൂര്യൻ, ദ സൺ ഓഫ് റൈറ്റസ്നെസ്, നീതി സൂര്യൻ. ആ നീതി സൂര്യനെ അണിഞ്ഞിരിക്കുകയാണ്. പയനയുടെ വലിപ്പക്കൂടുതൽ സൂചിപ്പിക്കുന്നത് പുരോഹിത ശുശ്രൂഷയുടെ അപരിമയത, മനുഷ്യശക്തിക്ക് അതീതമായ ദൈവിക ശുശ്രൂഷ എന്നെല്ലാമാണ്. കാപ്പ ഇല്ലേ കുറെ വിശാലമായിട്ടാ ഒരു അച്ഛന് ഇല്ലേ ഉൾക്കൊള്ളുന്നതിനൊക്കെ വലുതായിട്ടാണ് ഈ കാപ്പ അണിയുന്നത്. അതിന്റെ ഈ അപരിമയത, ഈ പുരോഹിത ശുശ്രൂഷയുടെ അപരിമയത, ട്രാൻസെൻഡൻസ്, അതായത് മനുഷ്യശക്തിക്ക് അതീതമായ ഒരു ദൈവിക ശുശ്രൂഷയാണെന്ന് കാണിക്കാനാണ് ഈ കാപ്പ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത്. സാധാരണ ഈ അതിന്റെ നിറത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നിബന്ധനയൊന്നും ഇല്ലെന്ന് 1959 പറഞ്ഞെങ്കിലും പൊതുവെ സ്വർണ്ണ നിറമാണ് സുറിയാനി കത്തോലിക്ക സഭയിൽ പയനയ്ക്ക് ഉപയോഗിക്കുന്നത്. സ്വർണ്ണ നിറം മിശിഹായുടെ രാജ്യത്വത്തിന്റെ അടയാളമാണ്. ഈ പൊന്നും മീറയും കുന്തിരുക്കുമാണല്ലോ ജ്ഞാനികൾ കാഴ്ചവെച്ചത്. ആ പൊന്ന് അത് അവന്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നു. സ്വർഗീയ തേജസ്സിനെയും ദൈവിക പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്നതും ഈ സ്വർണ്ണ നിറം തന്നെയാണ്. പൈന അല്ലെങ്കിൽ കാപ്പ ധരിപ്പിക്കുമ്പോൾ മേൽപ്പട്ടക്കാരനായ മെത്രാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: നിന്റെ ജീവിതകാലം മുഴുവനും നൈർമല്യത്തോടും വെണ്മയോടും വിശുദ്ധിയോടും കൂടെ തന്നെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ കർത്താവായ ആലാഹ നീതിയുടെ വസ്ത്രം നിന്നെ അണിയിക്കട്ടെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാപ്പ എന്നാണ് ലത്തിൻ പാരമ്പര്യത്തില്. ഗോത്തിക് ശൈലിയിലാണ് ലത്തിൻ സഭയിൽ കാപ്പ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കവർ ചെയ്യുന്ന തരത്തില് ഈ ഇങ്ങനെ കൊളുത്തിട്ടുള്ള ആ പൈന രീതിയല്ല. മേൽവസ്ത്രം ബാഹ്യാഭരണം എന്നെല്ലാമാണ് കാപ്പയുടെ അർത്ഥം, കാപ്പ എന്ന വാക്കിന്റെ അർത്ഥം. ആദ്യകാലത്ത് ശിരോവസ്ത്രമായിട്ടാണ് കാപ്പ അറിയപ്പെട്ടിരുന്നത്. കാപ്പിത്തുളാരെ എന്നായിരുന്നു ലത്തീനിൽ മുഴുവൻ വാക്ക്. കാപ്പിത്തുളാരെ, കാപ്പുത്ത് എന്ന വാക്കിന് ശിരസ്, പ്രധാനപ്പെട്ടത് എന്നെല്ലാം അർത്ഥം. ലത്തീനിലേക്ക് ഈ വാക്ക് വന്നത് ഗ്രീക്കിൽ നിന്നാണ്. കെഫാലെ എന്നാണ് ഗ്രീക്ക് വാക്ക്. ശിരസ് എന്നാണ് അർത്ഥം. കെഫാലെ എന്നത് കാപ്പുത്തായി, അത് പിന്നെ കാപ്പിത്തുളാരെയായി, പിന്നെ ചുരുക്ക രൂപത്തിൽ കാപ്പയായി. ശിരോവസ്ത്രം എന്നത് മേലാക ധരിക്കുന്ന പ്രധാന പ്രാർത്ഥന കുപ്പായമായി മാറി. ഉദയം പേരു സൂനദോസയുടെ പൈന എന്ന സുറിയാനി വാക്ക് പ്രചാരലുബ്ധമാവുകയും കാപ്പ കൂടുതൽ പ്രചാരത്തിലാവുകയും ചെയ്തു. ലത്തിൻ പാരമ്പര്യം കൂടുതലായിട്ട് വന്നു എന്നർത്ഥം. വെളിപാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്തൃദിനത്തിൽ, ദ ലോർഡ്സ് ഡേ. അപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല, ഞായറാഴ്ചയാണത്, പക്ഷെ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല. സൂര്യന്റെ ദിനം ബൈബിൾ പറഞ്ഞിട്ടില്ല. കർത്തൃദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിന്റേത് പോലുള്ള ഒരു മഹാനാദം എന്റെ പുറകിൽ നിന്ന് കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. അങ്ങനെ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളും നിലവിളക്കുകളുടെ നടുവിൽ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവനെ ഞാൻ കണ്ടു. അവൻ നിലയങ്കി ധരിച്ചിരുന്നു, മാറത്ത് പൊൻ കച്ച കെട്ടിയിരുന്നു. അവന്റെ തലയും തലമുടിയും പഞ്ഞുപോലെ വെളുത്തത്, അത് ഹിമത്തോളം വെള്ളയായിരുന്നു. നയനം തീജ്വാല പോലെ, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച പിച്ചളയ്ക്ക് സദൃശം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെ. അവന്റെ വലത്തെ കൈയിൽ 7 നക്ഷത്രമുണ്ടായിരുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലവാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലത്ത് കൈ എന്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു: ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം 10 മുതൽ 18 വരെ. ഉത്തിതനായ മിശിഹ മഹാപുരോഹിതന്റെ വേഷവിധാനങ്ങളുടെ കർത്തൃദിനത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നിലയങ്കി ധരിച്ചിരുന്നു, മാറത്ത് പൊൻ കച്ച കെട്ടിയിരുന്നു. അതായത് മഹാപുരോഹിതൻ, പഴയ നിയമത്തിൽ മഹാപുരോഹിതന്റെ വേഷവിധാനങ്ങളോടെയാണ് ഉത്തിതനായ കർത്താവ് കർത്തൃദിനത്തില് ഞായറാഴ്ച കർത്താവിന്റെ ദിവസത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഉത്തിതനായ മിശിഹ മഹാപുരോഹിതന്റെ വേഷവിധാനങ്ങളുടെ പ്രത്യക്ഷപ്പെട്ടതിനാൽ കർത്താവിൽ ഇൻ പെർസോണ ക്രിസ്തുവിൽ നിൽക്കുന്ന പുരോഹിതൻ മഹാപുരോഹിതന്റെ വേഷവിധാനങ്ങളുടെ ദൈവിക ശുശ്രൂഷ എന്ന പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. ഏക പുരോഹിതനായ മിശിഹ എന്ന ആളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വൈദികൻ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും. അതുകൊണ്ടാണ് മിശിഹ അണിഞ്ഞ വേഷവിധാനങ്ങൾ വൈദികനും ധരിക്കുന്നത്. ലൈത്തൂർജി എന്ന വാക്കിന് പബ്ലിക് സർവീസ്, പരസ്യമായ
സേവനം എന്നാണ് അർത്ഥം. അത് ദൈവത്തെ പരസ്യമായി സേവിക്കുമ്പോൾ ലിറ്റർജി ദൈവിക ശുശ്രൂഷയായി. ദൈവിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വചനപ്രഘോഷണമാണ്, പ്രവൃത്തിയിലുള്ള വചനപ്രഘോഷണം. വാഗൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ട്, പ്രതീകാത്മ പ്രവൃത്തി കൊണ്ട്. അപ്പോൾ വെളിപാട് പുസ്തകത്തിൽ മിശിഹ, ഉത്ഥിതനായ കർത്താവ്, മഹാപുരുഷന്റെ വേഷത്തിൽ വരുന്നത് ഈ അച്ഛൻ അതുപോലെ തന്നെ അണിഞ്ഞ് ആ പ്രവൃത്തി കൊണ്ട്, പ്രതീകാത്മ പ്രവൃത്തി കൊണ്ട് പ്രഘോഷിക്കുകയാണ്. ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ, അത് ഈശോ മിശിഹ. ആ പൗരോഹിത്യത്തിൽ ഏക പൗരോഹിത്യത്തിൽ കുറെ ശുശ്രൂഷകർക്ക് പങ്കു കൊടുത്തിരിക്കുകയാണ്. സ്രഷ്ടാവ് ഒരുവനേ ഉള്ളൂ, പക്ഷെ ഇന്ന് സൃഷ്ടിക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. അതുപോലെ ഏക പുരോഹിതനേ ഉള്ളൂ, അവൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് പുരോഹിതന്മാരിലൂടെയാണ്. ഇത് കർത്താവിന്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ ഇത് പ്രഘോഷിക്കുകയാണ്. ഈ പ്രവൃത്തികളിലുള്ള വചനപ്രഘോഷണമാണ് പ്രതീകാത്മക പ്രവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ പ്രതീകാത്മക പ്രവൃത്തികളിലൂടെയാണ്, അടയാളങ്ങളിലൂടെയാണ് ദൈവിക ശുശ്രൂഷ നടത്തപ്പെടുന്നത്. അതിനാണ് ലിറ്റർജി എന്ന് പറയുന്നത്. വചനപ്രഘോഷണമാണ് ലിറ്റർജി, പ്രവൃത്തിയിലുള്ള വചനപ്രഘോഷണം. നമുക്ക് ഈ കാപ്പയെല്ലാം അണിഞ്ഞ് വൈദികൻ വരുമ്പോൾ ഈ വെളിപാട് പുസ്തകത്തിലെ ടെക്സ്റ്റ് നമുക്ക് ഓർക്കാം. കർത്താവ് നീതിയുടെ വസ്ത്രം അണിഞ്ഞ് വന്നിരിക്കുന്നു, ഇടയന്റെ വസ്ത്രം അണിഞ്ഞ് വന്നിരിക്കുന്നു. ഈ ദൈവശാസ്ത്ര ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. അതെല്ലാം നമ്മുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയരാനായിട്ട് കാരണമാകട്ടെ. നമുക്കും പ്രവൃത്തികൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് ഈ ലിറ്റർജിയിൽ പങ്കെടുക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവാലയം, സുറിയാനി കത്തോലിക്ക സഭയുടെ ദേവാലയം, ദേവാലയ ഘടന, ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന സംഗതികൾ, അതേക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. 39ാമത്തെ ഐറ്റമായിട്ട് ഞാൻ ഇന്ന് പറയുന്നത് മിസാനെ. മിഷാനെ എന്നും പറയും. ശ്മശാനം അല്ല, മിശംശാനയും അല്ല, ഡീക്കൻ മിശംശാനയും അല്ല, മിസാനെ. വൈദികരും മറ്റ് ശുശ്രൂഷകരും കങ്കെ എന്നറിയപ്പെടുന്ന ഓനീസത കങ്കെ എന്നൊക്കെ പറയില്ലേ, കങ്കെ എന്ന് വെച്ചാൽ മധുബക, വിശുദ്ധ സ്ഥലം. ആ മധുബകയിൽ ആരാധന സമയത്ത് പ്രവേശിക്കുമ്പോൾ അണിയുന്ന പാദരക്ഷ, ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ, അതിനെയാണ് മിസാനെ അല്ലെങ്കിൽ മിഷാനെ എന്ന് പറയുന്നത്. എഫേസോസ് ലേഖനത്തിൽ 6ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ പൗലോസ് ലീഗ് ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ സർവ്വ ആയുധങ്ങളും എടുക്കുവിൻ, നിങ്ങൾ അരക്കി സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും, ചെരുപ്പ് പാദരക്ഷ, നിൽക്കുവിൻ. ആ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം അത് കാലിന് ചെരുപ്പാക്കുക. ആ വചനം പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ചെയ്യുന്നതാണ് ഈ ആരാധന സമയത്ത് കങ്കെ എന്ന് പറയുന്ന മധുബകയിൽ പ്രവേശിക്കുമ്പോൾ വൈദികരും അതുപോലെ ഡീക്കന്മാരെല്ലാം അണിയുന്ന ഈ മിസാനെ അല്ലെങ്കിൽ മിഷാനെ എന്ന് പറയുന്ന പാദരക്ഷ അല്ലെങ്കിൽ ചെരുപ്പ്. മാത്രമല്ല, ദേവാലയത്തിൽ ശുശ്രൂഷകരായിരിക്കുന്നത് സ്വർഗീയ തീർത്ഥയാത്രയിലാണ്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അത് ഓർമ്മപ്പെടുത്തുകയുമാണ് ഈ പാദരക്ഷകൾ. നമ്മൾ ഈ മരിച്ചിട്ട് മൃതസംസ്കാരത്തിനകത്ത് ഈ മരിച്ചു കിടക്കുന്ന ആൾക്ക് നല്ല പാദരക്ഷ എല്ലാം കൊടുക്കും. അതൊരു പ്രതീകമാണ്. സ്വർഗത്തിലേക്ക് ഉള്ള യാത്രയിൽ നല്ല ഷൂസൊക്കെ അണിഞ്ഞു പോകുക എന്നുള്ള പ്രത്യാശയാണ് അപ്പോഴും കൊടുക്കുന്നത്, ഈ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. ഇവിടെ സ്വർഗീയ ജെറൂസലമിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രതീകമാണ് ഈ മധുബക, സ്വർഗീയ ജെറൂസലം. അപ്പൊ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോ സമാധാന സുവിശേഷത്തിൽ ഒരുക്കമെന്ന ചെരുപ്പണിയുന്നു. ദേവാലയത്തിൽ ഈ ശുശ്രൂഷകരായിരിക്കുന്നത് സ്വർഗീയ തീർത്ഥയാത്രയിലാണ്. തീർത്ഥയാത്രയ്ക്ക് ചെരുപ്പ് വേണം, ഷൂസ് വേണം, പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോ അതെല്ലാം സൂചിപ്പിക്കാനായിട്ടും ഈ തിരുവചനം പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കാനുമാണ് ഈ മിസാനെ അല്ലെങ്കിൽ മിഷാനെ എന്ന് പറയുന്ന പാദരക്ഷ അല്ലെങ്കിൽ ചെരുപ്പ് അണിയുന്നത്. അത് മധുബകയിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്, മധുബകയിൽ മാത്രം. അവിടുത്തെ പുറത്ത് കിടക്കുമ്പോൾ അത് മാറ്റിയിടുന്നു. അപ്പൊ അത് വിശുദ്ധ സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുന്ന പാദരക്ഷയാണ്, ചെരുപ്പാണ് ഈ മിസാനെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സുറിയാനി കത്തോലിക്ക സഭയുടെ ദേവാലയ ഘടന, ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ദേവാലയ ഘടന പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ മാറ്റിവെച്ചിരുന്നു, സങ്കീർത്തി ഞാൻ പറഞ്ഞില്ല. അപ്പൊ 40ാമത്തെ ഐറ്റമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന സങ്കീർത്തിയാണ്. അതിന് ഈ സങ്കീർത്തിക്ക് ഒരു വലിയ ചരിത്രമുണ്ട്. പിന്നെ ആ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായ ഐക്യം ഇല്ല താനും.
പിന്നെ പല പേരുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളത് കൊണ്ടാണ് ഞാനത് അവസാനത്തേക്ക് മാറ്റിവെച്ചത്. ഞാൻ പറയുന്നത് ഭൂരിഭാഗം കാര്യങ്ങളും ഈ ജോർജ് കുരുക്കുറച്ചന്റെ ക്രൈസ്തവ ശബ്ദകോശം എന്ന പുസ്തകത്തിനകത്തുള്ള സംഗതികളാണ്. അതിലില്ലാത്ത ചില സംഗതികൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും പൊതുവെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന് വലിയ ചരിത്രമാണ്. അതിലെ ഒന്ന് ചുരുക്കി ഞാൻ പറയാം. ഈ ബേസ് ദിയാക്കോൺ എന്നും ഇതിനെ പറഞ്ഞിരുന്നു. ബേസ് എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൽ ബേത്ത് എന്നാണ്, ഹൗസ്. ദിയാക്കോൺ ഡീക്കൻ, ഡീക്കന്മാരുടെ ഭവനം, ഡീക്കന്മാരുടെ ഗൃഹം, അങ്ങനൊരു ഒരു അർത്ഥത്തിലും സംഗീതം ഉപയോഗിച്ചിരുന്നു. മധുബഹയുടെ വടക്ക് ഭാഗത്ത്, അതായത് മധുബഹയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വൈദികന്റെ ഇടത്ത് വശത്ത് പള്ളിയോട് ചേർന്ന് മധുബഹയുടെ പുറത്ത്, കങ്കയുടെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക മുറി അല്ലെങ്കിൽ ചമയപ്പുര ചമയപ്പുര എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഈ സങ്കീർത്തന എന്ന വാക്ക് വരുന്നതിന് മുൻപ് ചമയപ്പുര എന്നാണ് പറഞ്ഞിരുന്നത്. സങ്കീർത്തന എന്ന വാക്ക് പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. സാക്രിസ്റ്റിയ അതൊരു ലത്തിൻ പദമാണ്. അത് പോർച്ചുഗീസ് ഭാഷയിലും സാക്രിസ്റ്റിയ എന്ന് തന്നെയാണ്. ലത്തീനിൽ നിന്ന് പോർച്ചുഗീസ് ഭാഷയിലേക്ക് എത്തി സാക്രിസ്റ്റിയ. അങ്ങനെ സഞ്ചരിച്ച് സുറിയാനി കത്തോലിക്ക സഭയിൽ സങ്കീർത്തിയായി. സാക്രിസ്റ്റിയ ലത്തീൻ വാക്ക് പോർച്ചുഗീസുകാരിലൂടെ അത് സുറിയാനി കത്തോലിക്ക സഭ വന്നപ്പോൾ സാക്രിസ്റ്റിയ എന്നുള്ളത് സങ്കീർത്തിയായി. വിശുദ്ധമായത് എന്നർത്ഥമുള്ള സാച്ചേർ അതൊരു വിശേഷണമാണ്. അതിൽ നിന്നാണ് ഈ വാക്ക് ഉത്ഭവിക്കുന്നത്. വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്നാണ് സാക്രിസ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സങ്കീർത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേവാലയത്തിലെ വിശുദ്ധ വസ്തുക്കള്, തിരുവസ്ത്രങ്ങള്, വിശുദ്ധ പാത്രങ്ങള് തുടങ്ങിയവ സൂക്ഷിക്കുന്ന മുറി. ദിവ്യബലിക്കായി അണിഞ്ഞൊരുങ്ങുന്ന സ്ഥലവും അതുതന്നെ. പണ്ട് യൂറോപ്പിൽ സങ്കീർത്തിയെ സക്രാരി എന്ന് പറഞ്ഞിരുന്നു. കാരണം സങ്കീർത്തിയിൽ തന്നെ വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ സക്രാരി ദേവാലയത്തിനകത്ത് സൂക്ഷിക്കുന്നത് പോലെ പണ്ട് ഈ ലത്തീൻ സഭയില് സക്രാരി പള്ളിയിലല്ലായിരുന്നു, സങ്കീർത്തിയിലാണ്. സങ്കീർത്തിയിൽ ഒരു വശത്ത് അപ്പൊ അവിടെ ഒരു വിളക്കെല്ലാം കത്തിച്ചു വെച്ച് അങ്ങനെയാണ്. അതുകൊണ്ട് സങ്കീർത്തിയെ സക്രാരിയും എന്നാണ് പണ്ട് യൂറോപ്പിലൊക്കെ വിളിച്ചിരുന്നത്, പാശ്ചാത്യ സഭയിൽ. സെക്രട്ടാരിയും എന്നൊരു പേരും സങ്കീർത്തിക്കുണ്ട്. സെക്രട്ടാരി എന്ന വാക്ക് നമുക്ക് പെട്ടെന്ന് പരിചയം വരും. എന്താണ് സെക്രട്ടറി. ഈ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി വേർതിരിക്കപ്പെട്ട വിശ്വസ്ത സേവകനാണ് സെക്രട്ടാരിയോസ് അഥവാ സെക്രട്ടറി. സെക്രത്തും എന്നതിന് വേർതിരിക്കപ്പെട്ടത്, സീക്രട്ട് രഹസ്യം സൂക്ഷിക്കുന്നവൻ, ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാം. അപ്പൊ സെക്രട്ടാരിയും ഇല്ലേ വേർതിരിക്കപ്പെട്ട സ്ഥലം എന്നർത്ഥം. സെക്രട്ടാരിയൂസ് വേർതിരിക്കപ്പെട്ടവൻ, അതായത് വ്യക്തിപരമായ കാര്യങ്ങൾക്കായി വേർതിരിക്കപ്പെട്ട വിശ്വസ്ത സേവകൻ സെക്രട്ടറി. സെക്രത്തും എന്നതിന് വേർതിരിക്കപ്പെട്ടത് ഇല്ലേ, വിശുദ്ധമാക്കപ്പെട്ടത്, വേർതിരിക്കപ്പെട്ട സ്ഥലം എന്നൊക്കെ അർത്ഥം. സീക്രട്ട് രഹസ്യം സൂക്ഷിക്കുന്ന സ്ഥലം. ഈ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ഈ സുറിയാനിലെ ബേസ് ദിയാക്കോൺ എന്ന സങ്കീർത്തി വിളിച്ചിരുന്നുവെന്ന ഡീക്കന്റെ ഗൃഹം, ഡീക്കന്റെ കാര്യാലയം എന്നും പറയും. ഇതിന് തത്തുല്യമായിട്ട് ദിയാക്കോണിക്കും എന്നൊരു വാക്ക് സങ്കീർത്തിക്ക് ഉപയോഗിച്ചിരുന്നു ലത്തീനില്, ദിയാക്കോണിക്കും. അതായത് ശംശാനമാരുടെ ഡീക്കന്മാരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം എന്നാണ് അപ്പോൾ ഈ ബേസ് ദിയാക്കോൺ എന്ന് പറഞ്ഞ സങ്കീർത്തിക്ക് അർത്ഥം. ഡീക്കന്മാരുടെ കാര്യാലയമാണത്. 4-ാം നൂറ്റാണ്ട് മുതൽ സിറിയയിലെ പള്ളികളില് വിശുദ്ധ പാത്രങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്ന സ്ഥലത്തിന് ദിയാക്കോനിയോൺ എന്നാണ് പറഞ്ഞിരുന്നത്. സിറിയയില് ദിയാക്കോണിക്കോൺ എന്ന പേരുണ്ടായിരുന്നു. ദിയാക്കോനിയോൺ എന്നും ദിയാക്കോനിക്കോൻ എന്നും പറഞ്ഞിരുന്നു. വീണ്ടും പറയാണ്, ഡീക്കന്റെ ശംശാനയുടെ അധികാരത്തിൽപ്പെട്ട മുറി എന്ന അർത്ഥത്തില് ബേസ് ദിയാക്കോൺ, ഈ ഡീക്കന്റെ വീടാണത്, ഡീക്കന്റെ വീട്. 6-ാം നൂറ്റാണ്ടില് ലത്തീൻ സഭയില് കാഴ്ചവെപ്പിനുള്ള വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരുന്നത് സങ്കീർത്തിയിലാണ്. ഈ സങ്കീർത്തിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു പരിണാമം സംഭവിക്കുന്നുണ്ട് കാലം പോകുന്നോറും. 11-12 നൂറ്റാണ്ടുകളില് റോമനസ്ക് എന്നറിയപ്പെടുന്ന ദേവാലയ നിർമ്മാണ ശൈലിയാണ് ഉണ്ടായിരുന്നത്. റോമനസ്ക് എന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ ഗായക സംഘത്തിൽ നിൽക്കാനുള്ള സ്ഥലത്തിനടുത്തായിരുന്നു സങ്കീർത്തി. ഗായക സംഘത്തിനടുത്ത് സുറിയാനി കത്തോലിക്ക സഭയിലെ കെസ്തറോമയുടെ അടുത്തായിട്ട് വൈദികര് സങ്കീർത്തിയിൽ സമ്മേളിച്ച് കുർബാനയ്ക്ക് മുമ്പ് കാന നമസ്കാരം, യാമപ്രാർത്ഥന ചൊല്ലിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കെസ്തറോമയുടെ സൈഡിലായിട്ട് സങ്കീർത്തി പണിയാൻ തുടങ്ങിയത്. എന്നാൽ മധ്യയുഗത്തിന്റെ ആരംഭത്തില് റോമായിലെ ബസിലിക്കകളിൽ മുഖ്യ പ്രവേശന കവാടത്തിലായിരുന്നു സങ്കീർത്തി. അതായത് ആനവാതിൽ എന്ന് പറഞ്ഞതിന്റെ അവിടെ അടുത്താണ് സങ്കീർത്തി. അവിടുന്ന് ചമഞ്ഞ് ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി കയറുന്ന രീതിയായിരുന്നു. റോമാരൂപതര മെത്രാനായ മാർപ്പാപ്പ അവിടെ വെച്ച് തിരുവസ്ത്രങ്ങൾ അണിയുന്നു.
ഗായക സംഘം ഞാൻ കർത്താവിന്റെ ആൾത്താരിലേക്ക് പ്രവേശിക്കുമെന്ന് തുടങ്ങുന്ന സങ്കീർത്തനം പാടുമ്പോൾ വിശ്വാസികളോടൊപ്പം പ്രദക്ഷിണമായി ആൾത്താരിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ സങ്കീർത്തി എന്ന് പറയുന്നത് പള്ളിയുടെ പുറകിലല്ല, പള്ളിയുടെ മുമ്പിലായിരുന്നു. സങ്കീർത്തിയുടെ വിചാരിപ്പുകാരനെ മധ്യകാല ലത്തീനില് സാക്രിസ്താനോസ് എന്നാണ് വിളിച്ചിരുന്നത്. സാക്രിസ്താനോസ് 16-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ പ്രത്യേക ദിയാക്കോനിയം നിർമ്മിക്കാൻ തുടങ്ങി. ഈ ദിയാക്കോനിയം ചെന്നാല് ഡീക്കന്മാരുടെ കൈകാര്യം ചെയ്യുന്ന സങ്കീർത്തി മതബയുടെ പിറകവശത്ത് പള്ളിയോട് ചേർന്ന് ആണ് അങ്ങനെ മുറികൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. അതിന്റെ അധികാരിക്കും സാക്രിസ്തിയ എന്ന് പേരിട്ടു. മധ്യയുഗത്തിലെ ലത്തീൻ ഭാഷ യൂറോപ്പിൽ മതഭാഷയെ തീർന്നിരുന്നു. അതായത് 1500 വരെ യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന മതപദങ്ങൾ സുറിയാനിയോ ഗ്രീക്കോ ആയിരുന്നു. 16-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ നിന്ന് മിഷണറിമാര് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ലത്തീനിൽ നിന്ന് തങ്ങളുടെ പ്രാദേശിക ഭാഷകളിലേക്കും ഈ വാക്കുകളിലേക്ക് പ്രചരിച്ച വാക്കുകളാണ് ഇവിടെയും പ്രചരിപ്പിച്ചത് ഇന്ത്യയിൽ. അപ്പൊ അതുവരെ ചമയപ്പുര എന്ന് പറഞ്ഞിരുന്ന ഈ സങ്കീർത്തി പതുക്കെ ഈ സാക്രിസ്തിയും സക്രാരിയും സെക്രട്ടാരിയും ഈ വാക്കുകളെല്ലാം ചേർന്ന് സങ്കീർത്തി എന്ന വാക്ക് രൂപപ്പെട്ടു. അവിടുത്തെ നിർമ്മാണ ശൈലിയും ഈ യൂറോപ്പിൽ നിർമ്മാണ ശൈലിയും പതുക്കെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നടപ്പാക്കി തുടങ്ങി. പള്ളികൾ തന്നെ പൊളിച്ച് യൂറോപ്യൻ രീതിയിലാക്കാൻ തുടങ്ങി. 1599 ചമയപ്പുര എല്ലാ പള്ളികളിലും പണിയാൻ ഉദയംപേരൂർ സൂനോദസ് കൽപ്പിച്ചു. എല്ലാ പള്ളികളിലും ചമയപ്പുരയും അതിൽ അൽമാരിയും പെട്ടകവും ഉണ്ടായിരിക്കണം. കാസായും ശേഷം ചമയങ്ങളും ചരസിപ്പാൻ. ഇപ്പോഴത്തെ നെറ്റിക്ക് കുപ്പായവും കാസയും ചീലകളും ത്രോണോസമ്മേൽ ആരും വയ്ക്കയും അരുത് എന്നൊക്കെ ഈ ഉദയംപേരൂരിന്റെ കാനോനയിൽ കാണാം. 6-ാം മൗത്ത 22 കാനോനയിൽ. എല്ലാ പള്ളികളിലും ചമയപ്പുരയും അതായത് സങ്കീർത്തി അതിൽ അൽമാരിയും പെട്ടകവും ഉണ്ടായിരിക്കണം. കാസായും ശേഷം ചമയങ്ങളും ചരസിപ്പാൻ. ഇപ്പോഴത്തെ നെറ്റിക്ക് കുപ്പായവും കാസയും ചീലകളും ത്രോണോസമ്മേൽ ആരും വെക്കയും അരുത് എന്നായിരുന്നു കൽപ്പന. അപ്പൊ ചമയപ്പുരയുടെയും പെട്ടിയുടെയും താക്കോല് ഈ വികാരി, അന്ന് വികാരി എന്ന് പറഞ്ഞിരുന്നത് ഗാനത്തിന്റെ വികാരി സൂക്ഷിക്കണമെന്നും കൽപ്പിച്ചു. പിന്നെയാണ് വികാരി എന്ന് പറയാൻ തുടങ്ങിയത്. വിക്കർ എന്നുള്ള വാക്ക്, വിക്കർ എന്നൊക്കെ പറയുന്ന വാക്ക്. പണ്ട് വികാരി ഗഗനത്തിന്റെ ഈ ഗാനത്തിന്റെ ആണ് ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്ത് മലയാളത്തില്. പറഞ്ഞു വന്നത് ഈ സങ്കീർത്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചമയപ്പുര എന്നാണ്. ഈ നമ്മുടെ സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഈ മധുബകയുടെ തൊട്ട് പുറകിൽ സങ്കീർത്തി പണിയുന്ന രീതിയില്ല. അവിടെ അത് പരിശുദ്ധമായ സ്ഥലത്തിന് ചുമരാണ്. അത് വളരെ വളരെ സുരക്ഷിതമായ ചുമരായിട്ട് നിർത്തുകയും ഈ വടക്ക് വശത്ത് ഈ പള്ളിയുടെ വടക്ക് വശത്ത് സങ്കീർത്തി പണിയുന്ന രീതിയുമായിരുന്നു. മാത്രമല്ല മധുബകയിലേക്ക് നേരെ അങ്ങ് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിൽ അത് ചെയ്യില്ല. അത് മധുബകയിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങേയറ്റം സൂക്ഷിച്ചാണ്. കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് തുല്യമാണ്. അപ്പൊ ആ തരത്തിലുള്ള സങ്കീർത്തിയൊക്കെ പണിയുമ്പോൾ വാതില് നേരെ ഈ മധുബകയിലേക്ക് പ്രവേശിക്കുന്ന തരത്തിലൊന്നും ചെയ്യാൻ പാടില്ല. അതിന്റെ ആ പരിശുദ്ധിക്ക് ഭംഗം വരാത്ത തരത്തിൽ വേണം സങ്കീർത്തിയൊക്കെ പണിയേണ്ടത്. ഓരോ കാലം ചെല്ലുമ്പോഴും ഇതിന്റെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ അതിന്റെ പൗരാണിക രീതിയിൽ തന്നെ നമുക്ക് നിലനിർത്താം. ഭംഗിയൊക്കെ നല്ല സംഗതികൾക്ക് ഉപയോഗിച്ച് വളരെ ഭംഗിയിൽ തന്നെ പണിയാം, എങ്കിലും പൗരാണികത കളയാതെ. അപ്പോൾ ഈ ദൈവശാസ്ത്രത്തിന് മങ്ങലേൽക്കില്ല. ദൈവശാസ്ത്രത്തിന് മങ്ങലേൽക്കാത്ത തരത്തിൽ ആധുനിക പണിയായുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ആധുനിക രീതികൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും അവന്റെ പൗരാണിക ദൈവശാസ്ത്രത്തിന് മങ്ങലേൽക്കാതെ പണിയുന്നതാണ് ഏറ്റവും അത്യുത്തമം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.